ഹൈദരാലിക്ക് ഒരു മൈക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് പത്രസമ്മേളനം തുടങ്ങാം. എല്ലാവരും ഒന്ന് കയറിയിരിക്കും. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്ന്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സ്റ്റേജിലേക്ക് കയറാം. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാം. വാ. ഇനി ആരെ ഇവിടെ ഇരിക്കാൻ ബാക്കിയുള്ളത്? വാ വാ വാ, ഇവിടെ സീറ്റ് ഉണ്ട്. കിളിയാണ് ഞാൻ അല്ലേ? ഇനി ആരാ നമ്മുടെ പടവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്നത്? ആരെങ്കിലും ഇവിടെ വന്നിരിക്കാണ്ടോ കൂടുതൽ? നമ്മുടെ ആരെങ്കിലും ഉണ്ടോ? അതാ ഉണ്ടോ? ഏയ് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഗ്യാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ പ്രസ് മീറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഡൊണാൾഡ് ടക്ക് അവിടെ അറ്റത്തൊരു ഷെയറുണ്ട്. ഇവിടെ ഹൈദരാലിക്ക് ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ പടം ഡെർബി ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ പുതിയ താരങ്ങൾ ഇപ്പോൾ തിയേറ്ററുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം, ചെറുപ്പക്കാര്. അപ്പൊ അതിനിടയിൽ ചെറുപ്പക്കാരനാണോ അതോ അങ്ങേറ്റ് തിരിക്കുന്നയാൾ? ചെറുപ്പക്കാരൻ തന്നെയാണ്. പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര്. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് 13 വയസ്സായി 7 വർഷം കൂടി കഴിഞ്ഞാൽ 50 അപ്പൊ ഹൈദരാലിക്ക് 66. അതെ അതെ. അപ്പോൾ നമ്മുടെ ടീമിന്റെ ഈ ഒരു സക്സസ്, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി ഇനിയും കാണാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല പടം. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അത് ആ രീതിയിലെല്ലാം സഹായിക്കണം. പിന്നെ നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ആക്ടേഴ്സിനൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന പുതിയ ആൾക്കാരാണ്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ കേട്ടും മടുത്തില്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോ തിയേറ്റേഴ്സിൽ ജെനുവിൻ ഓഡിയൻസിൻ്റെ റെസ്പോൺസസ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർവെൽംഡ് ആയത്. പല രീതിയിലും അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഹൗസ്ഫുൾ ഷോസിനൊക്കെ അവർ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ക്യാരക്ടർ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നല്ലൊരു ക്യാമ്പസ് എൻ്റർടൈനർ അടിപ്പടമാണ് ഡെർബി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടുതൽ ആൾക്കാരും ഷൈൻ ചേട്ടൻ ശിവയൊക്കെ ഒഴിച്ച് ഞങ്ങൾ ആക്ടേഴ്സ് കുറേ പേരെ എല്ലാവരും തുടക്കക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ കൂടുതലും 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മൾ 27 പടം റിലീസായി. ഫസ്റ്റ് ഡേ ഭയങ്കര ബൂമായിരുന്നു. ഇതിനിടയ്ക്ക് ചെറിയ 1-2 നെഗറ്റീവ്സ് പരിപാടികളൊക്കെ വന്നു. പറ്റില്ല. അപ്പോൾ അതെ, അപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ പടം എന്ന് പറയുന്നത് പക്ക ക്യാമ്പസ് പടമാണ്. 3 വർഷം നമ്മളൊരു ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് തേർഡ് ഇയറിൽ
ഇറങ്ങി പോകുന്നതാണ്. ഞാൻ കഥ പറയുന്ന സമയത്ത് പ്രൊഡ്യൂസറോട് പറയുന്നുണ്ട്, സർ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിലാണ് സിനിമനെ കാണേണ്ടത്. ഇപ്പോൾ നാളെ ഇന്നത്തോടുകൂടി എക്സാം എല്ലാം തീരുകയാണ്. എക്സാമിൻ്റെ ബഹളമൊക്കെ തീർന്ന് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെർബി കലഹമാണ് തിയേറ്ററിൽ. എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, കോളേജ് ക്യാമ്പസിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, +2 കഴിഞ്ഞവരോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിക്ക് ഡെർബി പോയി ജോയിൻ ചെയ്യുക തിയേറ്ററിൽ പോയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ എല്ലാവരും പറയാനുള്ളത്, മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീണ്ടും കോളേജ് നമ്മളെ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. പിന്നെ നിങ്ങളെല്ലാവരുമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. വലിയ ബൂം ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല, പക്ഷേ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ജെന്യൂൻലി പറയുകയാണെങ്കിൽ ഇന്നലെ നൈറ്റ് ഷോ മാത്രം 25 തിയേറ്റർ നമുക്ക് ഹൗസ്ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ട്. അതെ അതെ അതെ, നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഷോസ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഫീലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് മൻസൂർക്ക. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല. അപ്പോൾ ഒരു സിനിമ ഹിറ്റായാൽ മാത്രമാണ് അടുത്തൊരു പുതുമുഖ സംവിധായകന് ചാൻസ് ഉള്ളൂ. കാര്യം സാറിൻ്റെ അടുത്ത് ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നുണ്ട്. അപ്പോൾ സാറിനെ നമ്മളൊരു പടം ഹിറ്റായില്ലെങ്കിൽ അത് ബ്രേക്ക് ഇവനായി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ്, അതിന് വെറുതെ ഡിഗ്രേഡ് ചെയ്തിട്ട് പോകരുത്. അതുപോലെ തന്നെ ഇത് അഭിയേട്ടൻ, അഭിനന്ദ് രാമാനുജൻ എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ ഗുഡ് ബൈ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ അമീനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അമീൻ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെ ഫസ്റ്റ് മൈൻഡിൽ വന്ന ആളാണ് അമീൻ. അത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമീൻ ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്നിയ, പിന്നെ ഷെയ്ൻ ചേട്ടൻ. ജസ്നിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഓരോരുത്തരും പറയുമ്പോൾ തീരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് രാജാ ചേട്ടനാണ്. രാജേട്ടൻ ഒരു സറൗണ്ട് മിക്സിൽ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തിയേറ്ററിൽ കാണേണ്ട സാധനമാണ്. ഇതിനിപ്പം കാണാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരാൾ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ വെറുതെ മെസ്സേജ് അയച്ചു, ബ്രോ എവിടെന്നാ പടം കണ്ടത്? മുംബൈയിൽ പടം റിലീസായിട്ടില്ല. അത്ഭുതം. അയാൾ വന്നിട്ട് പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയിന്ന്. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ മെസ്സേജ്, ബ്രോ എവിടെന്നാ പടം കണ്ടതെന്ന്. ബർഗർ കഴിച്ചു. അപ്പോൾ ആ പുള്ളി പറയണത്, ബ്രോ ഞാൻ മുംബൈയിൽ നിന്നാണ് കണ്ടത്. മുംബൈയിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ആന്തേരി മാളിൽ നിന്നാണ്. അപ്പം ഞാൻ ആന്തേരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ അപ്പം വിളിച്ചു, നമ്മൾ അവിടെ എവിടെയെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇല്ല, നമ്മൾ കേരളം മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, ഇനി അടുത്ത വീക്കാണ് ബാക്കി പോണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ വരുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ ഗോപി ചേട്ടനാണ് നമ്മുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാര്യം പുള്ളിനെ ഇരുത്തി അങ്ങനെയല്ല, ഞാൻ എപ്പോഴും പുള്ളിയോട് പറയും നമുക്കിതിങ്ങനെ വേണ്ടത്, ഇതിങ്ങനെ വേണ്ടെന്നുണ്ട് ഇരുത്തി നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിക്കണമെന്ന് അറിയില്ല. ഇല്ലല്ല, റഷീദാണ് വന്നിട്ടില്ല. കൊറിയോഗ്രാഫർ ഉണ്ട്, അതേപോലെ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർക്ക, മേക്കപ്പ് മാൻ നമ്മുടെ റഷീദ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ ഓരോരുത്തർ പറയുന്നില്ല. ഇനി ഇവിടുന്ന് പറയണമെങ്കിൽ അനു ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഫസ്റ്റ് ഡേ ഭയങ്കര എനർജിയിൽ വന്നിട്ട് പിന്നെ എങ്ങനെ ഡൗൺ ആയി, അതൊക്കെ ഇപ്പോൾ ഊർജിതമായിട്ട് വരുന്നുണ്ട്. കാരണം അനുവിന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. സുബർണക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദമിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദം നമ്മുടെ പടത്തിലെ നായകനാണ്. ആദം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫായിസ്, ശിവരാജ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് ശിവനെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ PR പ്രേക്ഷേട്ടൻ, പിന്നെ ഇവിടുത്തെ PR മഞ്ജു ചേച്ചി, ഷെയ്ൻ ചേട്ടൻ, എല്ലാവരെയും പറഞ്ഞു. ഇനി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാറിനെ ക്ഷണിക്കും. നമസ്കാരം. വളരെ സന്തോഷമായി. സിനിമയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു. എല്ലാ തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ ദിവസം ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് കണ്ട് നമ്മൾ കുറേ പുതിയ ആളുകളും ഹൈടെക് ടെക്നീഷ്യൻസും ഓക്കെ
ഹൈടെക് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും പുതിയ ആളുകളെല്ലാം കൂടിയിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. ഇത് നമുക്ക് വളരെ നല്ല റെസ്പോൺസാണ്, നല്ല ഔട്ട്പുട്ട് വളരെ നല്ലതായിരുന്നു. നല്ല റെസ്പോൺസും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ നിസാര പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ത്രെറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, നമ്മളൊരു സിനിമ എത്ര നന്നാക്കി എടുക്കുക എന്നതിനെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ PR, നെഗറ്റീവ് PR വർക്ക്സാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടെൻഷനല്ല. ശരിക്കും റിലീസ് ആയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്നാണ് പിന്നെ ഷൈൻ ഭായ്, ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡ്യൂസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. അന്ന് വരുമ്പോൾ ഷാമിൽ വരുമ്പോൾ ഞാനും ശശിയേട്ടൻ ആരാ സോമൻ ചേട്ടനും അല്ല, പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ? അല്ല, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സിനിമ ഡെയിലി എല്ലാവരും പുതിയതാ. മമ്മൂക്കയും മോഹൻലാലും എല്ലാവരും പുതിയ ആൾക്കാരെ പോലെയാണ് ഇൻഡസ്ട്രിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ട്രൈ ചെയ്താലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. കാരണം ഓരോ തിരയും പുതിയതല്ലേ. അതെ. ആ ഓരോ തിരയും ഫേസ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 30,000 തിര കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്നാലും വരുന്നത് നെക്സ്റ്റ് ന്യൂ തിര അല്ലേ? കടലിൽ പോണ കാര്യമായിട്ടാ പറയണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയും തീരുന്നില്ല. ഡെയിലി ട്രൈ ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഡെയിലി നമുക്ക് ഓരോ സിനിമ കൊടുക്കാൻ പറ്റുമോ? അതെ. അപ്പോൾ കാര്യം സോഫാർ ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് വളരെ നല്ലതാണ്. സിനിമ ഇസ് ഗുഡ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. നമ്മളെ പുതിയ ഈ ടീമിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ഞാനിതാ താങ്ക്സ് ഫോർ എവറിബഡി. ഈ പരിപാടി പഠിച്ചില്ലേ പ്രോസസ്സ്? ഇപ്പം ഈ പ്രോസസ്സ് പഠിച്ചില്ലേ കറക്റ്റ്? ഇപ്പം ഇനി 1 കിലോ മത്തിക്ക് എത്രയാ വില എന്ന് മനസ്സിലായ? അഭിനന്ദ് ലാസ്റ്റ് എല്ലാം കൂടി ഒരു സംസാരമുണ്ട്. കാരണം അഭിനന്ദിന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആമേൻ മുതൽ പറഞ്ഞു തുടങ്ങിയാൽ മതിയാ? ആമേനു മുന്നേ നായകൻ ആമേൻ. ഞാൻ കണ്ടതിൽ വെച്ച് പുറത്തുനിന്ന് ഒരു ക്യാമറമാൻ വരുമ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡയറക്ടർ കൂടിയാണ് സാധാരണ വർക്ക് ചെയ്യാറ്. പക്ഷേ വരാൻ പോകുന്ന മുട്ടുകളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത് തുടങ്ങിയ മച്ചാനാണ്. കാരണം ആമേൻ ചെയ്യുന്നവരെ ലിജോ അങ്ങോട്ട് വിരിഞ്ഞുണ്ടായിരുന്നില്ല അല്ലേ? അതുവരെ ചെയ്ത പടങ്ങളൊക്കെ ക്ലാസ് ആയിരുന്നെങ്കിലും പക്ഷെ അന്ന് ആമേൻ ചെയ്യാൻ പുള്ളി കൂടെ നിന്നു അല്ലേ? നമ്മളന്ന് അഭിനന്ദ് ആമേൻ കണ്ട് നമ്മളങ്ങ് വർണ്ണാഭമായ അങ്ങോട്ട് എന്തങ്ങോട്ട് കൊടുത്ത് തിയേറ്ററിൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് മൂസയിലൊക്കെ തരാം ഡബിൾ ബാരൽ. അങ്ങനെ ഞാൻ ലക്ഷദ്വീപ് വരെ ഒന്ന് പോയാലോ എന്ന് വരെ ചോദിച്ചു. പിന്നെ പക്ഷെ അവിടെ ജയിലൊന്നും തുറന്നിട്ടില്ല. ഇവിടുത്തെ പോലെ പോലീസില്ല, മദ്യമില്ല, മറ്റു ലഹരികളൊന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ ഞാൻ അതേ നിർത്തി അവിടെ. അത് കാരണം ഞാനും ഐതുകാലിക്കൊന്നും ഇവിടുന്ന് അനങ്ങിയിട്ടില്ല ലക്ഷദ്വീപിലേക്ക്. അതിൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് ചേർന്നിരുന്നു എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞാൽ കുരുതിയ അല്ല ഡബിൾ ബാരൽ. അതുക്കപ്പുറം പിന്നെ ഫുൾ ഡബിൾ ബാരലാണ്. ഇനി പുള്ളി പറയട്ടെ കുറച്ച്. I'm very happy to be here because நான் வந்து அப்போ 2 படம் இருந்துச்சு. அப்போ வந்து ஐ கேம் டு மீட் சஜில். அப்போ ஜெரின் வந்து நான் முன்னாடி ஷமீரோட ஒர்க் பண்ணும்போது ஜெரினை வந்து தெரியும். ஸோ ஜெரின் ஒன்லி கால் மீ ஃபார் திஸ் ஃபிலிம். he said இந்த மாதிரி ஒரு காலேஜ் கேம்பஸ் படம் அப்படின்னு சொல்லி ஜெரினும் நசீரும் ஃபோன் பண்ணி கூப்பிட்டாங்க. கேம்பஸ் படமா? அப்போ ஃபுல் படம் கேம்பஸ்லேயே இருக்கும் அப்படின்னா கேம்பஸ்லாம் லொக்கேஷன்லாம் பார்த்தாச்சான்னு கேட்டால் வி ஆல்ரெடி saw the லொக்கேஷன் அப்படின்னாங்க. ஸோ தென் ஐ கேம் டவுன். ஸோ நான் வந்து சஜிலை மீட் பண்ண வந்தபோது லிஜோவோட அசிஸ்டன்ட் அவர். நான் லிஜோ கூட ஒர்க் பண்ணும்போது இல்லை. அதுக்கப்புறம் நான் லிஜோ கூட ஒர்க் பண்ண ஒரு ஸ்கூலில் படிச்சிருப்பாருன்னு நினைக்கிறேன். ஸோ ஐ கேம் அண்ட் மெட் சஜில். தென் there was another film with a big director and a big hero. But after meeting Sajil, I wanted to do this film. Because சஜில் எப்படின்னா, சஜிலோட முன்னாடி படத்தில் ஜெரின் வந்து அசோசியேட் எடிட்டர். He wanted to give Jerin a chance. So அந்த மாதிரி he had selected lot of people. He wanted to give lot of chances like how he had got a chance. So I wanted to work with this younger team. The day I met him, I understood this was his second film. But today I'll say he'll at least minimum do another 28 films in this industry. That is for sure.
he'll stay for another 3 Abhinav decades is for sure. യുവരക്തങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണല്ലേ? നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പടം ഇതായിരുന്നോ അന്ന്? അല്ലല്ലോ, അത് അമേരിക്കൻ പടം എന്നല്ല, അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ പടം ചെയ്തല്ലേ? എനിക്കെപ്പോഴും അഭിനന്ദിന്റെ സെലക്ഷൻ പറയാം, പുതിയതായി തുടങ്ങാനിരിക്കുന്ന ഒരു അമുട്ടാണ് പുള്ളി കയറി പിടിക്കുന്നത്. അപ്പോൾ അമുട്ടായിട്ട് പുള്ളി പിടിക്കാൻ താല്പര്യമില്ല. കടകൻ എന്നുള്ള പടം കണ്ടിട്ടില്ലേ? അല്ലല്ല, പുള്ളി കണ്ടിട്ടുണ്ട്, അഭിനന്ദ് കണ്ടിട്ടുണ്ട്. റിസേർച്ച്ഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ കടകൻ ഞാൻ പിന്നീടാണ് കാണുന്നത് ജയിച്ചതിന് ശേഷം. എൻ്റെ അടുത്ത് ഹുവൈദ പറയണം അതിൽ ഓക്കെ വന്നതായിരുന്നു. എനിക്കൊരു ക്യാരക്ടർ അതിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ ധാരാളം മമ്മൂട്ടി മോഹൻലാൽ കേട്ട് പരിചയമുള്ള പേര്, ഡയറക്ടേഴ്സിൻ്റെ പേര് ചോദിച്ചു, നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരാളുടെ പേര് നമ്മുടെ ഒന്നും വന്നിട്ടില്ല. ലിജോൻ്റെ കൂടെ ഏത് പടം വർക്ക് ചെയ്ത്? വാലിബനാ? അതേത് വാലിബൻ? മലക്കോട്ടെ വാലിബൻ. ഓ, അത് ആ ഒരൊറ്റ പടം വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് 2 ദിവസം വർക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾക്കൊക്കെ. അത് മതി. ഞാൻ എപ്പോഴും പറയും, ഞാൻ കമൽ സാറിൻ്റെ സ്കൂളിൽ LKG മുതൽ പഠിച്ചത്, മാഷിക്ക് 8ാം ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്ത പയ്യനാണ്. ഞാൻ LKG പഠിച്ചിട്ട് 8ാം ക്ലാസ് എത്ര കാലം എടുക്കുമെന്ന് അറിയോ? 10ാം ക്ലാസ് ആവണ്ടേ? മനസ്സിലായോ? അവൻ 8ാം ക്ലാസ്സിലൊന്നും ചേർന്ന പോലെയാ. അതേപോലെ ഇവരൊക്കെ ഈ പറഞ്ഞ ഒരു പടം വർക്ക് ചെയ്താൽ മതി. ഞാനൊക്കെ 20 പടം വർക്ക് ചെയ്താലും പടം ചെയ്യില്ല. കാരണം എന്നെക്കൊണ്ട് ഇത്രയും വലിയ മെനക്കെട്ട പണി ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടി അല്ലേ? എന്നാലും അതിൻ്റെ ഒരു രസം. പറഞ്ഞോ അഭിനന്ദ്. ஸோ அப்போ சஜில் பற்றி சொல்லணுன்னா, இந்த டீமில் ஆக்சுவலி நான், ப்ரொடியூசர், அப்புறம் ஷைன், நசீர், இன்னும் ஒரு 2-3 பேர் தான் வந்து above 35 or above 40 above 35. அப்புறம் சஜிலோட மொத்த டீமோட ஏஜ் நீங்கள் ஆவரேஜாக போட்டு பார்த்தீங்கன்னா 25 தான் இருக்கும். அவரோட ஏடிஸாக இருக்கட்டும், ஒரே ஒரு அசோசியேட் மட்டும்தான் கொஞ்சம் ஏஜ் ஜாஸ்தி. ஸோ ஹி ஹேட் அ என்டையர், அதாவது சஜிலோட ஸ்ட்ரக்சர் எப்படின்னா, இப்போது ஷமீரோட ஒர்க் பண்ணார் இவர் அசிஸ்டண்ட்டாக. ஸோ ஹி கேவ் அ சான்ஸ் லைக் தட். ஹூ எவர் ஹி ஹஸ் மெட் இன் இஸ் ஜேர்னி ஹி ஹஸ் ப்ராட் எவ்ரிபடி அலாங். இப்போ அதே மாதிரி தான் மன்சூர் கவை பிடிச்சார். ஸோ ஃப்ரம் திஸ் ஃபில்ம் ஹில் அட்லீஸ்ட் மேக் 4-5 பீப்புள் அவுட் ஆஃப் இட். அண்ட் என்ன சொல்கிறது, இது வந்து ஒரு பிரான்ச் மாதிரி. ஹி இஸ் லைக் கிவிங் சான்சஸ் டு எவ்ரிபடி. ஹி ஹஸ் கம் த்ரூ ஹிஸ் ஜேர்னி. ஸோ அந்த மாதிரி இதுலேருந்து நிறைய பேருக்கு இன்னும் ஒரு 5 ஃபில்ம்ஸ் அவுட் ஆஃப் திஸ் வில் பி மேட். ஐ பிலீவ் தட். அண்ட் அப்புறம் இங்கே உட்காந்துருக்க இப்போ ரொம்ப குவைட்டாக உட்காந்துருக்காங்களே, சிவா, ஃபாயிஸு, அப்புறம் சாபிக், சுபர்ணா, அனு, அமீன், ஜஸ்னியா, இவங்க எல்லாருமே வந்து இன்னும் ஒரு ஷைன் ஏற்கனவே வந்தாச்சு. ஸோ அதனால ஸோ இவங்க எல்லாருமே நெக்ஸ்ட்டு 5 இயர்ஸில் ஒவ்வொருத்தரும் ஒவ்வொரு சூப்பர் ஸ்டார் அந்த ரேஞ்சில் இருப்பாங்க. And they'll be ruling this Malayalam industry because I saw their talent. இது வந்து எப்படி சங்கர் சார் வந்து பாய்ஸ்ன்னு ஒரு படம் பயங்கர ஹை பட்ஜெட்டில் அப்படி எடுத்தாரு. சஜில்கிட்ட சொல்லி ஒரு படம் பண்ண சொல்லி. ஸோ இந்த படத்துலேருந்து நிறையா ஸ்டார்ஸ் வெளில வருவாங்க. அண்ட் இட் வாஸ் வெரி ஹாப்பி டு ஒர்க் வித் கோபி சுந்தர் சாரோட சாங்ஸ்க்கு ஷூட் பண்ணதுக்கு ரொம்ப ஹாப்பி. அப்புறம் ஜெரின் கூட ஒர்க் பண்ணதில் பயங்கர ஹாப்பி. ஷமீரோட அசிஸ்டண்ட்டாக தெரியும். அதே மாதிரி இதில் புது 2 ரைட்டர்ஸை இன்ட்ரடியூஸ் பண்ணியிருக்காரு, செஹரு அண்ட் அமீர். அவர்கிட்ட 2 பேரும் செட்டில் அப்படியே இப்படி நடந்துட்டு இருப்பாங்க. என்னன்னு கேட்டால், நாங்கள் அது என்ன டைலாக் அது சொல்லல ஒரே தரும். நாங்கள் கன்சீவ் பண்ண மாதிரி இல்லை, அப்போ என்ன கன்சீவ் பண்ணீங்க சொல்லுங்கள், அந்த மாதிரி எடுத்து தந்துடுறேன் அப்படின்னு சொல்லியிருப்பேன். ஸோ இட் வாஸ் வெரி குட் எக்ஸ்பீரியன்ஸ். இவங்க கூட ஒர்க் பண்ணும்போது எனக்கும் ஒரு 5-10 இயர்ஸ் ஏஜ் കമ്മിயான மாதிரி ഫീൽ ആச்சு. ഒരു പടം കഴിയുമ്പോഴേക്കും ഡയറക്ടറും ക്യാമറമാനും കൂടി തല്ലി പിരിയണം കണ്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അഭിനന്ദിന്റെ കൂടെ അത് സംഭവിക്കേയില്ല. അഭിനന്ദിനായിട്ട് റിലേഷൻഷിപ്പിലായാലും അത് തന്നെയായിരിക്കും അവസ്ഥ. വൈഫില്ലേ, കൊച്ചുങ്ങളും അല്ലേ? അഭിനന്ദിനായിട്ട് കൂളല്ലേ പടം കഴിഞ്ഞാലും? ഈസ് നൈസ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ. ഡയറക്ടർ, ക്യാമറമാൻ, ബാക്കി എല്ലായിടത്തും കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ടാവും. இது ஹஸ்பண்ட் ஒய்ஃபோட பிரதர் மாதிரி ஆயிடுச்சு. சின்ன தம்பி இது அந்த மாதிரி. பிரதர் மீன்ஸ் இட்ஸ் இப்போ நம்ம ஒய்ஃப்னா கூட டைவோர்ஸ் பண்ற சான்ஸ் இருக்கு. இவர் தம்பியா ஆயிட்டாரு. ஸோ அதனால அண்ணன் தம்பி. ஆல் த ADs in the film were also good looking. நம்ம மோனுவோட பேர் வந்து ஷமீன் ஃபரான், பயங்கரமான துல்கர் ஃபேன். அவர் வந்து நல்லா லைக் ஜிஷ்ணு, எட்ஸா, அதுக்கப்புறம் ரெஜில், லிவ் இன் த வைப்ல எவ்ரிபடி ஒர்க்ட்.
it was not like the ADs are working for him. They're working along with him. It was like that. And I saw great potential in all the actors. சிவாலாம் ஒவ்வொரு ஃப்ரேமில் ஹில் ப்ரூவ். சாபிக் வந்து ஏற்கனவே ஒரு ஸ்டார் மெட்டீரியல். அமீனும் அதே மாதிரி தான். ஸோ சைலண்டாக இருக்கு. அமீன் இங்கே மட்டும் தான் சைலண்ட் ஓடிட்டு இருக்குன்னு சம்சயம். அமீன் வந்து இந்த படத்துல இருந்து இப்பயே சேலரி ட்ரிபிள் ஆயிடுச்சு. இன்னும் 1 இயர்ல வந்து அந்த ட்ரிபிள்லேருந்து இன்னும் ட்ரிபிள் ஆகும். ஜஸ்னியா கிரேட் டான்சர். சுப்பர்ணா வந்து ஒரு டான்ஸ் டீச்சர். இன்னும் ஒரு ஹீரோயின் இருக்காங்க, அவங்க வரல. இந்த அனு வந்து இன்னொரு பிரதர். ஸோ அதனால ஆடம் பற்றி சொல்லிட்டு யார் சிஸ்டருக்கு யாரை சிஸ்டராக சொல்லலாம்? மஞ்சு சேச்சி சிஸ்டர். அப்புறம் ஜஸ்னியோட அம்மா வந்து சிஸ்டர். சிஸ்டரோட டாக்டர். இன்னைக்கு நோட் ஆஃப் சிஸ்டர்ஸ் இருக்கு. ஆல் இந்தியன்ஸ் ஆர் மை பிரதர்ஸ். சரி, இப்போ ஜெரின்ட்ட கொடுக்கு. அப்புறம் மஞ்சூர்க்கா வச்சு ரொம்ப ஹாப்பி. நம்ம எப்படின்னா ஒரு ஐடியா ஃபார்ம் பண்ணிட்டு இப்போ நிறைய சேஞ்சஸ் நடக்கும். அப்போ உடனே மஞ்சூர்க்காக்கு ஒரு மெசேஜ் போடுவோம், சேட்டா வி ஹவ் பிளான்ட் ஆல் திஸ். தென் இமிடியட்லி he'll send a go ahead, and the go ahead கிடைச்ச உடனே we'll start processing it. And he's been very supportive. He's actually a very good producer. We need a producer like him in Malayalam industry. இப்போ நம்ம வந்து ஒரு பேட் ஃபில்ம் எடுத்துட்டு அதை வந்து நீங்கள் புஷ் பண்ணி ஹிட் ஆக்கிடுங்கன்னு சொல்ல. இந்த படத்தை பார்த்து எல்லாருமே they said it's very good. Only people who have not seen this film are told very bad things about the film. People who have seen the film, we were also very happy because நம்ம ஷோ போய் பார்க்கும்போது not even 1% or when you see a film you won't feel anything bad about this film. Everything about this film is good. So if this film works, he'll at least introduce another 5 directors, 5 new directors to the industry, and he's a very capable producer. Soon he'll be making bigger films in this industry. Please make him இவரை சர்வை பண்ண விடுங்க. Thank you. சரி. നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. ഞാൻ എഡിറ്റർ ഷമീർ മഹബൂബിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? എൻ്റെ പേര് ജെറിൻ. ഞാൻ എഡിറ്റർ ഷമീർ മഹബൂബിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു കുറച്ച് കാലം. അപ്പം സജിലേട്ടൻ്റെ കഴിഞ്ഞ പടം കടകലിന് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സജിലേട്ടനെ വിളിക്കുന്നത്, ഇങ്ങനൊരു പടം ഉണ്ട് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, എങ്ങനെ വരുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ സജിലേട്ടൻ എന്നിൽ ഭയങ്കര വിശ്വാസം അർപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി വൃത്തിയോട് കൂടിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേടിക്കണ്ട, സാവധാനം സമയം എടുത്തിട്ട് അല്ല, എനിക്ക് ഇതിനോട് കൂടെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ മൂവിയാണോ? അല്ല, മൂവിങ് അല്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓൾറെഡി എന്നെ പറ്റി ഒന്നും പറയരുത്, മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമ്മുടെ പടം കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. പടം ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നൈറ്റ് സിനിപോളിസിൽ പടം കാണുന്ന സമയത്തും ക്രൗഡ് ഫില്ലായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു കുറേ. ഈ ഒരു +1 +2 അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ. അപ്പോൾ നമ്മൾ ക്രൗഡ് എങ്ങനെയുണ്ട്, ക്രൗഡ് റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടത്. അപ്പം ഭയങ്കര രസമായിട്ട് ക്രൗഡ് സിനിമ എൻജോയ് ചെയ്ത് അവർ ചിരിച്ചു. ആക്ഷൻ വരുന്ന സമയത്ത് അവർക്കൊരു എനർജി ഫീൽ ചെയ്തു. മൊത്തത്തിൽ അവർ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്ട്ഫുൾ പടമായിട്ട് അവർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കണ്ടവരെല്ലാം തന്നെ പടത്തെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം. നമ്മളെ നമുക്ക് കുറേ റെസ്പോൺസ് വരുന്നുണ്ട്. സൈലയ്ക്കായാലും മൻസൂർക്കായാലും എനിക്കായാലും അമീൻ ബ്രോയ്ക്കായാലും നമുക്ക് എല്ലാവർക്കും സിനിമ കണ്ടവരെല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിലും സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ പടത്തെക്കുറിച്ച് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ നെഗറ്റീവ്സ്, അതായത് ഈ സിനിമ ഒരിക്കലും അർഹിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഞാനായാലും ആദമായാലും നമ്മളെല്ലാവരും അവിടെ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഓഡിയൻസ് അത് ഏറ്റെടുത്തു. നമ്മൾ ഭയങ്കര രസത്തോടെ സിനിമ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന മൊമെൻറ്റിൽ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു റിവ്യൂ വരുന്നു. ഒരു റിവ്യൂവറിൻ്റെ ഒരു റിവ്യൂ, ഒരാൾ സിനിമയെക്കുറിച്ച് പറയുന്നു. നമ്മൾ അന്വേഷിച്ച സമയത്ത് പുള്ളിക്കാരൻ റിവ്യൂ പറയുന്നത് സൈലക്ക മുംബൈയിൽ നിന്നാണ് പുള്ളി റിവ്യൂ പറയുന്നത്. പക്ഷേ നമ്മുടെ പടം മുംബൈയിൽ റിലീസ് ആയിട്ടില്ല, അത് കേരളത്തിൽ മാത്രം റിലീസായ സിനിമയാണ്. പുള്ളി എങ്ങനെയാണ് മുംബൈയിൽ നിന്ന് സിനിമ കാണുന്നത് നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത് ഒരു പേജ്, യൂട്യൂബ് ചാനലിൻ്റെ പേര് എനിക്കറിയില്ല, ഒരു യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ട് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് പറയുന്നവരെല്ലാം തന്നെ ഈ പടത്തെക്കുറിച്ച് ഭയങ്കര നെഗറ്റീവാണ് പറയുന്നത്. എന്ത് മോശം സിനിമയാണെന്ന രീതിയിലാണ് അവരെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ തന്നെ ഡൗൺ ആയി. അപ്പം അമീൻ എന്നെ വിളിച്ചു, ബ്രോ ഇത് ഓക്കെ അല്ലേ, ആദ്യം സംസാരിച്ചു, ബ്രോ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. പിള്ളേർ തന്നെ ഭയങ്കര ഡൗൺ ആയി. അതിനുശേഷം വൈകുന്നേരം ഞങ്ങളിങ്ങനെ എന്താ പറയുക ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പം നമ്മൾ തലേ ദിവസം പടം കണ്ടു, മൻസൂറൊക്കെ പടം കണ്ടു, സൈലൊക്കെ പടം കണ്ടു, അഭിനന്ദേട്ടൻ പടം കണ്ടു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാ, വർക്കാവും, നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന മൊമെൻറ്റിലാണ് ഇങ്ങനെ നെഗറ്റീവ്സ് വന്നു തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ വേറൊരു ചാനലിൽ ഇതേ പയ്യൻ്റെ തന്നെ ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പയ്യൻ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര പോസിറ്റീവായിട്ട് സിനിമ നല്ല പടമാണ്, ഭയങ്കര രസമുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ബിക്കോസ് ആ പയ്യൻ പറഞ്ഞേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് മൈക്കിംഗ് കൊണ്ട് നിന്ന ഈ റിവ്യൂവേഴ്സ് ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ, ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറയാൻ പാടില്ല. ഓക്കെ, 1 മിനിറ്റ്. ചേട്ടാ 1 മിനിറ്റ്. ഞാൻ ആ പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ച വോയിസ് നോട്ട് ഞാൻ കേൾപ്പിക്കാം. കേട്ടല്ലോ. അതായത് അവിടെ നിന്ന് റിവ്യൂവേഴ്സ് വന്നിട്ട് ഈ പയ്യനോട് പറയുകയാണ്, നിങ്ങൾ നെഗറ്റീവ്സ് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ചാനലിൽ വന്നേക്കുന്ന എല്ലാ റിവ്യൂവേഴ്സും, അതായത് അന്ന് നെഗറ്റീവ് പറഞ്ഞേക്കുന്ന എല്ലാം പറഞ്ഞു പറയിപ്പിച്ചേക്കുകയാണ്. മനഃപൂർവ്വം ഒരു സിനിമയെ തകർക്കുമെന്ന ലക്ഷ്യത്തോടെ തന്നെ പറയിപ്പിച്ചേക്കുവാണ്. ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ്, ആരൊക്കെയോ നമ്മുടെ സിനിമ വർക്കാവാൻ പാടില്ല, ഈ സിനിമ തിയേറ്ററിൽ ഓടാൻ പാടില്ല, ഈ സിനിമ വീഴണം പൊട്ടണമെന്ന വ്യക്തമായ ധാരണയോടുകൂടിയിട്ട് ഇതിന് പിന്നിൽ ആരൊക്കെയോ വ്യക്തമായ കരുക്കൾ നീക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ബിക്കോസ് സിനിമ ഇപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് കാഞ്ഞങ്ങാട് സിനിമ കണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഹൗസ്ഫുള്ളായിരുന്നു, അവർക്കെല്ലാം പടം ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ കണ്ടിന്യൂസ് സിനിമ കണ്ട് വിളിക്കുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും 2 പക്ഷമുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷേ ഇഷ്ടപ്പെട്ട സിനിമയെ മനഃപൂർവ്വം ഇഷ്ടപ്പെടാത്ത തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള പരിപാടികൾ നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല കുറേ നമ്മുടെ പടത്തിനെ പറ്റി അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്ന് തന്നെയാ നമ്മുടെ സമ്മതി വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചില പടം ഞാൻ ചെയ്തിട്ട് അതിന് നെഗറ്റീവ് പോലും പറയുന്നില്ല. ഓക്കെ, അത് ഒരു മത്സര വിഭാഗത്തിൽ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മൻസൂർക്ക വളരെ ഞാൻ മൻസൂർക്ക് പരിചയപ്പെട്ടത് ഓപ്പണായിട്ട് പറയാം, മൻസൂർക്ക് വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. റിലേഷൻഷിപ്പിനെ പറ്റി പറയണ്ട. അല്ലല്ല. അപ്പം ഇനിയും മൻസൂർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇനിയും മലയാള സിനിമയിൽ കുറേ നല്ല സിനിമകൾ, ഇപ്പം നമ്മളെല്ലാം യൂത്താണ്, ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് യൂത്ത് ചെറുപ്പക്കാർ പിള്ളേരാണ്. ഇവരൊക്കെ വിശ്വസിച്ചിട്ട് പുള്ളി ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെല്ലാം വിശ്വസിച്ചാണ് പുള്ളി ഇറക്കുന്നത്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിൽ പുള്ളി സിനിമയിൽ വിശ്വാസം അർപ്പിച്ച് സജിലിലും അഭിനന്ദേട്ടിലും എന്നിലും ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വിശ്വാസം അർപ്പിച്ച് പുള്ളി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആസ് എ ക്രിയേറ്റീവ്സ് നമ്മളെല്ലാം ഹാപ്പിയാണ്. സൈൽ ബ്രോ ആയാലും ഞാനും സജിലും എന്നാൽ കുറേ തന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കരഞ്ഞു കുറേ നേരം. അങ്ങനെയല്ല സൈൽ ബ്രോ സീരിയസ്ലി വളരെ ആത്മാർത്ഥത്തോടെ പറഞ്ഞു, ഞങ്ങൾ കുറേ കയ്യിൽ നിന്ന് പോയി. ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഭവം. നമ്മൾ വിശ്വസിക്കുന്നത് സിനിമ വർക്കാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നിടത്ത് ഇഷ്ടപ്പെട്ടവരെ പോലും അത് പറയാൻ താമസിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിപ്പിക്കുകയാണ് ഒരു മെയിൻ എയിം. ഞാൻ പിന്നെ എനിക്ക് ഓപ്പണായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ പാടുണ്ട്, എനിക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്തെങ്കിലും ഞാൻ പറയുകയാണ്. ഒന്നുമില്ല, അതായത് ഞാൻ പടങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ വളരെ വളരെ കുറവാണ് നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വളരെ കുറവ് പോസ്റ്റേഴ്സാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ വളരെ കുറച്ച് പോസ്റ്റേഴ്സാണ് ഒട്ടിച്ചിട്ടുണ്ടാവുക. പക്ഷേ റീസെൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിൻ്റെ പോസ്റ്ററിൻ്റെ മണ്ടയിൽ കൂടെ വേറെ പടങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ച് പോയേക്കുവാണ്. വളരെ മോശമല്ലേ? തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയല്ലേ? പോസ്റ്റേഴ്സ് നോക്കുന്നില്ല, എല്ലാവരും നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് അന്ന് പോസ്റ്റേഴ്സ് നമ്മൾ എവിടെ ഒട്ടിക്കണം, ഇന്നെല്ലാവരും മൊബൈലിൽ നോക്കിയിട്ടാണ് നടക്കാം. സമ്മതിച്ചു. പക്ഷേ എങ്കിലും നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുക എന്നുള്ള സാധനമാണത്. അപ്പം എന്നെ അല്ല ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ചെയ്യുന്ന പരിപാടികളാണ്. ഒന്നും ഡൗൺ ആവുന്നില്ല. ഡൗൺ ആയല്ലോ, ഡൗൺ ആവുന്നത് അപ്പാവാൻ വേണ്ടിയിട്ടാ. അല്ല അത് സംബന്ധിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സിനിമ ഈ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന നെഗറ്റീവ് റിവ്യൂസിലും ചെവി കൊടുക്കാതെ എല്ലാവരും പോയി സിനിമ കാണണം. വളരെ
ഡെർബി ഞാൻ ഭയങ്കര മനോഹരമായ സിനിമ നല്ല പറഞ്ഞത്. ഡെർബി ഓക്കെ, ഒരു എബോവ് അവറേജ് സിനിമയുണ്ട് ഡെർബിയിൽ, കാണാൻ കൊള്ളാവുന്ന കുറേ സാധനങ്ങൾ ഡെർബിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കണം. വേറൊരാളുടെ ഈ പറഞ്ഞ രീതിയിൽ വേറൊരാളുടെ ജഡ്ജ്മെൻറ്റ് ഒരിക്കലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ആവരുത്. സിനിമ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഭയങ്കര ദുഃഖത്തോടു കൂടിയിട്ട് പറയുന്നത്, നമ്മൾ ആർഗ്യൂ ചെയ്യുമല്ല, ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ട് പറയുന്നത്, സിനിമ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുക. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും സിനിമ മോശമാണെങ്കിൽ മോശമെന്ന് പറയാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഒരു നല്ല സിനിമയെ മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് നെഗറ്റീവാക്കി ചിത്രീകരിക്കുന്നത് ഈ പറഞ്ഞിട്ട് വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് കൂടിയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതൊന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇല്ല, അത് നമ്മൾ അത്രയും മോശക്കാരല്ല. അങ്ങനെ അതിൽ അതിലൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രശ്നത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, പ്രശ്നക്കാരനെയോ നമ്മുടെ സിനിമ എന്നുള്ളതല്ല ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ അത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ആ വീഡിയോ അവിടെ ഉണ്ടല്ലോ, ചെക്ക് ചെയ്യാലോ അല്ലേ? അത് നമ്മൾ പറയുന്നത് മോശമാണ്, കാരണം അല്ലേ? അവർ ഡ്യൂട്ടി ഇല്ല, നമ്മളെന്താ വെച്ചാലേ അത് ഞങ്ങളത് ഇതിന് ഞാൻ മറുപടി പറയാം. ഈ യൂട്യൂബ് ചാനലിനെതിരെ ഓൾറെഡി കേസുണ്ട്. കേസുള്ള യൂട്യൂബ് ചാനൽ നേരത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള, അവർക്കെതിരെ നേരത്തെ മുമ്പ് പ്രൊഡ്യൂസേഴ്സ് കേസ് കൊടുത്തിട്ടുള്ള 3 യൂട്യൂബ് ചാനൽ, ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്ന ഒരു പേര് എനിക്കിപ്പോൾ കാണാതെ അറിയാം, ബാക്കിയുള്ള പേരുകൾക്കെതിരെയും നേരത്തെ കേസ് കൊടുത്ത് പല പ്രൊഡ്യൂസേഴ്സും കേസ് കൊടുത്തതാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്തെ തിയേറ്ററിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രമിട്ട് ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാധ്യമ സമൂഹം എന്ന് പറയുന്ന അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നവരാണ് ഇവര്, അല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരല്ല. നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാത്രം പറയൂ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ചാനൽ എടുത്ത് നോക്കിയാൽ നേരത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നേരത്തെ വന്നതാണ്, ഇവരുടെ പേരുകൾ വന്നതാണ്, ഇവർക്കെതിരെ കേസുകൾ വന്നതാണ്. അവരത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഡെർബി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സുവർണയുടെ അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് വെറും 806 വ്യൂസും അല്ലെങ്കിൽ 1006 വ്യൂസും മാത്രമേ ഈ 4-5 പേര് നെഗറ്റീവ് പറഞ്ഞവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സുവർണയുടെ അമ്മയും അച്ഛനും സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് കൂടി അവര് പുറത്തിറങ്ങിയിട്ട് ആംഗ്യഭാഷ കൊണ്ട് സ്വന്തം മോളെയും ഈ സിനിമയും പറഞ്ഞ വാക്കുകളുണ്ട്. അതിന് കിട്ടിയത് 5.6 മില്യണും 7 മില്യണുമാണ്. അതാണ് ഏറ്റവും വലുത്. അങ്ങനെ സിനിമ ആർക്കും തകർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇല്ല, നമ്മുടെ സിനിമ മാത്രമല്ല, ഇപ്പൊ ഒരു 10 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 9 സിനിമ ഇങ്ങനെ വരുന്നത്. അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. അതിപ്പോ എൻ്റെ ഫസ്റ്റ് സിനിമ എൻ്റെ സെക്കൻഡ് സിനിമ എന്നുള്ളതിലല്ല. ഇനിയിപ്പോൾ തേർഡ് സിനിമ ചെയ്താലും ഇപ്പൊ ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സ് സിനിമ ചെയ്യുമ്പോൾ അവർക്കും ഈ പ്രശ്നമുണ്ട്. എല്ലാ ഡയറക്ടേഴ്സും, പുതിയ വരുന്ന എല്ലാ ഡയറക്ടേഴ്സും ഈ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡയറക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിതിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞെന്നുള്ളൂ. പല ഡയറക്ടേഴ്സിനും ഈ ഫസ്റ്റ് ഡേ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആവുകയാണ്. ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ട് പ്രൊഡ്യൂസർ പറഞ്ഞ് വരും, നമുക്ക് നോക്കാം, വരുന്നത് വെച്ച് കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പോയി. ഇപ്പം സീരിയസ്ലി ജെന്യൂൻലി പറയാണ്, ഒരു രൂപ പോലും ഇത്ര ടിക്കറ്റ് എടുക്കണം അത്ര ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ചെയ്തിട്ടില്ല. അല്ലാണ്ട് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാണ്. 25 ഷോ ഇന്നലെ ഹൗസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വയലത്തൂർ പോയ സമയത്ത് അവിടെ അടുത്ത ഷോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സിന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിട്ട് ഇത് നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നോർമൽ ഓഡിയൻസിന് ഇത് വർക്കാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് വർക്കായി തുടങ്ങി, അപ്പായി തുടങ്ങി. അതാണ് ഞാൻ ഇത്ര സന്തോഷത്തിലിരിക്കണേ. അല്ലെങ്കിൽ എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയി, അത്രയും കോളുകൾ വരുന്നുണ്ട്. കുറേ നല്ല ഇൻഫ്ലുവൻസേഴ്സ് അവർ പടം കണ്ടിട്ട് അവർ തന്നെ ഓൺ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്, അല്ലേ? ഇല്ല മീനെ, നമുക്ക് ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പടം പോയി കാണുക, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ അവരെന്നെ അത് റീച്ച് ആക്കി തരുന്നുണ്ട്, അത് റീച്ച് ആവുന്നുണ്ട്. അതിൻ്റെ ഹാപ്പിയിൽ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ.
അറിയില്ല എന്താണെന്നുള്ളത്. അതിപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു പടം വരാൻ പോകുന്ന സമയത്ത് ഒരുപാട് കോളുകൾ എനിക്കും മൻസൂർക്കാക്കും ഈ പറയുന്ന ടീമിലെ ആർട്ടിസ്റ്റുകൾക്കാരെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇത്ര ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് അങ്ങനെയൊക്കെ വരാറുണ്ട്. റൈറ്റപ്സ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്നും കൂടെ നമ്മൾ കയറുന്ന തൊട്ട് മുമ്പ് എന്നാളെ വിളിച്ചിട്ട് പറഞ്ഞു റൈറ്റപ്പ് ഞങ്ങൾ ഇങ്ങനെ റൈറ്റപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ പടം കണ്ടോ? ഇല്ല, പടം കണ്ടിട്ടില്ല, ഞാൻ റൈറ്റപ്പ് ആദ്യം ഇടാന്നിട്ട് പടം കാണാമെന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പോൾ അത് ഈ നമ്മുടെ സിനിമയ്ക്ക് നല്ല എല്ലാ സിനിമയ്ക്കും അതന്നെ അവസ്ഥ. എനിക്ക് അധികം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നിരനിരയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് പടം ചെയ്ത് പടം റിലീസായി ഹിറ്റ് അടിച്ചവരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടന്റിനെ ആരും കാണാത്തതുണ്ട്. അപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. നമ്മളിപ്പം നമുക്ക് ഇത്രയൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തുറന്നു പറഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും പറയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ ബ്രേക്ക് ഇവൻ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഇരിക്കും. പക്ഷേ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടം അല്ലെങ്കിൽ ഇനി വരാൻ പോണ പടങ്ങൾക്കെങ്കിലും ഇതൊരു സമാധാനം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതാ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് കേൾക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ എത്തിയിട്ടുള്ള മീഡിയ ഫ്രണ്ട്സിന് താങ്ക് യു. നമ്മുടെ സിനിമ ഡെർബി ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ, ഒരു ഫുൾ പാക്ഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും ഒരുപാട് പേർക്ക് ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അർഹിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ പറ്റാവുന്നിടത്തോളം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാൻ, അമീൻ, അനു, ഓക്കെ, ഇല്ല, ഞങ്ങൾ പുതിയ ആളുകളാണ്. ഞാനായാലും അമീനായാലും അനു ആയാലും ഫായിസ് ആയാലും ഹരി ആയാലും എല്ലാവരും. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പൈസ മുടക്കിയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക. നല്ലൊരു സിനിമ, നിങ്ങളെല്ലാവരും സിനിമ കണ്ടതല്ലേ, നല്ലൊരു സിനിമയല്ലേ, അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്. ஷூட் பண்ணும்போது எப்படி ஸ்டே பண்ணீங்க அதை பற்றிலாம் கொஞ்சம் பேசலாம்ல. ஹவு ஆல் 5 of you stayed together, அதை பற்றி how was this experience, அது you can tell. ഈ സിനിമയുടെ ഷൂട്ട് ഒരു 58-60 ദിവസമുള്ള നീണ്ടൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു MES മമ്പാട് കോളേജിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ സാർ ഒരു വീട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും പടത്തിൽ ഉള്ള 5 പേരും ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ. വളരെയധികം എൻജോയ് ചെയ്ത്, എന്താ പറയുക, ഒരു 58-60 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് പോലും കിട്ടാതെ അത്രത്തോളം എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് അത്. ഞങ്ങളുടെ ഇടയിലെ ഒരു ബോണ്ടായാലും നിങ്ങൾക്ക് ആ സിനിമയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അത് അത്രയും നാൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എന്താ പറയുക, ഓരോ ദിവസവും ഞങ്ങൾക്ക് സെലിബ്രേഷനായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. താങ്ക് യു, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇല്ല, ഷൈൻ ചേട്ടൻ നല്ലൊരു ആക്ടറല്ലേ. അപ്പോൾ ഷൈൻ ചേട്ടനെ പോലത്തെ ഒരു ആക്ടറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അല്ല, ഞാൻ കടകളിലും പുള്ളിനെ റീച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ വേറെ പടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഡിസ്കഷനിൽ വന്നപ്പോഴത്തേക്ക് ഇത് സെറ്റായി. അങ്ങനെ ഒന്നാണ്. എന്തിനാ ബ്രോ വെറുതെ? ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ സിനിമ ഇതിൻ്റെ പുറകിൽ അത്രത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സജിൽ മമ്പാട്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് പുതിയ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പോൾ അതൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊന്നും വെറുതെ ആയി പോകരുതെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. എങ്കിലാണ് ഒരു പുതിയ ഡയറക്ടറെ വിശ്വസിച്ച് ഇനി ഒരു പുതിയ പ്രൊഡ്യൂസർ ഒരു പൈസ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.
സിനിമയെ നശിപ്പിക്കാനും ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കേഷൻ കാലഘട്ടമല്ലേ, സമ്മർ വെക്കേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വഴിക്ക് വഴിക്ക് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഞാൻ പടത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു കോളേജ് പടത്തിലാണ്, നമ്മൾ എന്ന് പറയുന്ന ഒരു കോളേജ് പടം. അന്ന് അത് 2002 ഡിസംബറിൽ റിലീസായി. അന്ന് ഏതൊക്കെയെന്ന് റെക്കോർഡ് റിലീസായ പടം കല്യാണരാമൻ, നന്ദനം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ, 4 പടം ഹിറ്റടിച്ചു ഇല്ലേ? പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഹിറ്റടിച്ചതാണ് നമ്മൾ. ഏറ്റവും ഫസ്റ്റ് ദിവസം തന്നെ ഹിറ്റടിച്ച് ചെയ്ത് കല്യാണരാമൻ, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അത് പിന്നെ ഷുവർ ഷോട്ട് പോലെ എല്ലാ വർഷവും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ പടം. അതിനുശേഷം നന്ദനം സ്ലോലി ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോ പോലെ ഫസ്റ്റ് ആഴ്ചയിലൊന്ന് കൂവലോട് കൂവൽ, ആളില്ല. പക്ഷേ ഏതൊക്കെയോ തിയേറ്ററുകളിൽ ആൾ കയറുന്നുണ്ട്, പടം ഇഷ്ടമാണെന്ന് അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ അന്ന് പിടിച്ചു നിർത്തിയിരുന്ന സർഗചിത്ര എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ്റെ അല്ലേ റിലീസ്, അന്നൊരു ആഴ്ച അപ്പച്ചൻ എന്താ പറയുന്നത് അറിയോ? രാത്രി റോഡ് സൈഡിലുള്ള തിയേറ്റർ ആണെങ്കിൽ ഗേറ്റിൽ ഹൗസ്ഫുൾ ബോർഡ് അങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അന്നത്തെ ടെക്നിക്കാ. നല്ല പടാന്ന് അഭിപ്രായം ഉണ്ടായിട്ട് കാര്യങ്ങളോട്ടോ. അങ്ങനെ ഇട്ട് 2 ആഴ്ചക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. ബാക്കിൽ ഇനിയിപ്പോൾ ഏത് ഭാഷയാണെങ്കിലും അവരൊന്ന് ഇത് ടപ്പായെന്ന് തട്ടിയിട്ട് അടുത്ത പടം കയറ്റും ഇല്ലേ? അപ്പം നമ്മുടെ പിള്ളേര്, പുതിയ പിള്ളേര് ഒരു സംഭവം ചെയ്യുമ്പോഴും പഴയ പിള്ളേര് ചെയ്യുമ്പോഴും നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിളവ് ഉണ്ടാവുമ്പോൾ ഇതങ്ങോട്ട് തിന്നൂടെ നമുക്ക്. എന്തിന് ഈ അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം? ഇന്നിപ്പോൾ നടക്കുന്ന യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? എന്ന് വെച്ചാൽ അവിടെ യുദ്ധം ചെയ്യണമെന്നല്ലേട്ടാ ഞാൻ പറഞ്ഞേ. ഇനി ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം നമ്മുടെ ഇൻഡസ്ട്രി. അതായത് കൊറോണ വന്നിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തി വെച്ചിട്ടില്ല, സിനിമാ നിർമ്മാണം. അതായത് മലയാളം സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരാ. പക്ഷേ എനിക്ക് പോലും കേട്ടാൽ മനസ്സിലാവാത്ത, പറയാൻ പറ്റാത്ത ഓരോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ പടം കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക. വേറെ എവിടെയും പടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും വലിയ കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുബായ് എത്ര പടം ഇറങ്ങുന്നുണ്ടാവും? അപ്പോൾ അത് മാത്രം പോരല്ലോ, കുറച്ച് പട്ടിണി എടുക്കുന്ന ആൾക്കാരും വേണം. പട്ടിണിയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവണം. നിങ്ങളും വേണം, വിമർശനം വേണം, എല്ലാ രീതിയിലുള്ള സംഭവം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ എന്തിനാ ഇരിക്കും മുമ്പ് വെട്ടി 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 കത്തിച്ച് കളയണേ? വെട്ടിയാൽ മതിയില്ലേ കുറച്ചിങ്ങനെ ചെറുതായിട്ട് അല്ലേ? അപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. അതേ സ്പിരിറ്റോട് കൂടി തന്നെ പറഞ്ഞോ. ഞാൻ അടിക്കുന്ന ആളാണ്, അടിക്കാത്ത ആളാണ്, അടിക്കുന്നില്ലെങ്കിൽ അടിക്കില്ല എന്ന് തന്നെ പറഞ്ഞു, അടിക്കുന്ന തന്നെ പറഞ്ഞു അല്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല. അപ്പോൾ അതേപോലെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് അങ്ങനെ പറഞ്ഞു, മോശമാണെങ്കിൽ മോശമെന്ന് പറഞ്ഞു. അത് പറയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ആർക്കും കാശും കൊടുക്കണ്ട റിവ്യൂ എഴുതാൻ. നല്ലതാണെങ്കിൽ മാത്രം കാശ് എന്തിനാ വാങ്ങണം? അപ്പോൾ മോശം എഴുതാൻ ആരെങ്കിലും കാശ് വാങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കാര്യമില്ലാട്ടെ പറയണത്. കുറച്ച് പേര് പെയ്ഡ് റിവ്യൂസിൻ്റെ ആൾക്കാർ പറയും അതെ കാശ് ഒന്ന് നന്നായിട്ട് എഴുതാം, പിന്നെ പറയും മോശം എഴുതാൻ എനിക്ക് കാശ് വേണ്ടാന്ന്. എൻ്റെ പേര് ഷൈൻ എന്നാണ്. ഓക്കെ ജേർണലിസം ഏത് കോഴ്സാണ് ചെയ്തത്? ഏതാണ്? മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. തിയേറ്ററിൽ പോയപ്പോൾ ഒരിക്കലും ഇവരാരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇവരെ
ഒരു എന്താണ് ഓൺലൈൻ ഞാൻ എഴുതി കഥകൾ വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ഈ ഇവരെ പോലുള്ള പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ നെഗറ്റീവൈസ് ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് വിഷമം തോന്നിയോണ്ടാണ് ശരിക്കും ഞാൻ ആ റിവ്യൂ അയച്ചു കൊടുത്തത്. ഞാൻ സജിന് പേഴ്സണലായിട്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അതായത് ഒരു സിനിമകളെ ഇങ്ങനെ നെഗറ്റീവൈസ് ചെയ്യുന്നൊരിക്കലും ശരിയല്ല. അത് പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് ശരിയല്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ എൻ്റെ ഒരു മീഡിയയുടെ ക്യാമറ ആയിട്ടോ ഒന്നുമായിട്ടല്ല ഞാനിവിടെ വന്നത്. ഈ ഒരു ടീമിനെ ഒന്ന് കാണണം, ഇവരോട് എൻ്റെ ഈ ഒരു അഭിപ്രായം പറയണം എന്നുള്ള ഇതുകൊണ്ട് വന്നതാണ്. എൻ്റെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു പുള്ളി. നമുക്ക് ഉള്ളതല്ലേ കൂട്ടാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക്. തൊലിക്കട്ടി കൂടുതൽ നല്ലതാ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ. പുള്ളി തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് തൊലിക്കട്ടി എടുത്തോളൂ, അല്ലെങ്കിൽ പുള്ളി ആകെ പെട്ടുപോയനല്ലേ. അപ്പൊ അങ്ങനെയും നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ നമ്മള്. വാസ്തവമുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇല്ലാത്ത കാര്യമൊന്നും പറയാറില്ല, ഉള്ള കാര്യം ശരിക്കും പറയാറുമില്ല. അതില്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞാൽ വിചാരിച്ചാ ഷൈൻചേട്ടനായിട്ട് നമുക്ക് അത്ര ഈ കോമ്പിനേഷൻ സീനൊക്കെ കുറവായിരുന്നു. ആകെ രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉള്ളായിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നില്ല. ആകെ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. ഉച്ച വരെ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടില്ല. 3-4 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാക്കൊക്കെ ചെയ്ത് വന്നു. കോളേജൊക്കെ അല്ലേ, പഠിക്കുന്ന സമയത്തേ പോയിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന തൊലിക്കെട്ടി അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നമ്മളങ്ങോട്ട് കണ്ടില്ല. കാരണം അവിടെ ഒരു പാട്ടും ബഹളവും ആകെ സ്റ്റെപ്പ് പിടിക്കുന്ന തിരക്കും, ഞാനാണെങ്കിൽ പിള്ളേരെ പേര് പഠിക്കാനുള്ള തിരക്കും. ഇനി അടുത്ത അവസരത്തിൽ തൊലിക്കെട്ടി കൂട്ടാം. എന്നെ വേഗം പറഞ്ഞേക്കാനുള്ള തിരക്കും. ആ അതാരാ? നമസ്കാരം. എന്താണ്? ആ എല്ലാവരും നാട്ടുകാരും. ആ ചോദ്യവും ഈ പടവും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ വേറെ കുറച്ച് രാജ്യങ്ങളിൽ കുറച്ച് മിസൈലും അത് വെടിക്കോപ്പുകളൊക്കെ കൊണ്ട് എടുക്കാൻ പോയതായിരുന്നു. ഇലക്ഷനേക്കാളും വലിയ അവിടെ അമിട്ട് പൊട്ടിച്ചോണ്ടിരിക്കല്ലേ. ആരെന്നാ? ഡൊണാൾഡ് ഡക്കും മിക്കി മൗസൊക്കെ. ഞാനും മത്സരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതൊരു മത്സരം പോലെ തന്നെ കാണുന്നു. ജയിക്കും, എന്തായാലും ജയിക്കും. എല്ലാ മണ്ഡലത്തിലും ജയം ഉറപ്പാണ്. ഞാൻ പറഞ്ഞ എല്ലാ മണ്ഡലത്തിലും ജയം ഉറപ്പാണെന്നാ അല്ലേ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ആ അല്ല, നമ്മൾ ഗസ്റ്റ് അപ്പിയറൻസ് ആൾക്കാർ ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. 2-3 ദിവസം മുന്നേ ഇവർ വിളിക്കാൻ തുടങ്ങിയതാണ്. അന്ന് എനിക്ക് പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ തീരെ വയ്യാത്തത് കൊണ്ടൊന്നും. അപ്പം എന്തായിരിക്കും വയ്യായെന്ന് ആലോചിച്ച് നോക്കിയേ. സത്യമായിട്ടും നമ്മൾ പറയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ പനിയാണോന്ന് അറിയില്ല. ഒരു തരം വൈറസ് കൊച്ചിയിൽ നടക്കേണ്ടത്രേ. പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടാ, തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഇപ്പം 1 വർഷം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അപ്പുറത്തുണ്ട്. 45, ഞാൻ 44. അഭിനയ മേഖല ഇനി 44, 45 എന്നൊക്കെ പറയണം. അല്ല, ഇസ്രായേലിക്കൊക്കെ ഉണ്ട് ഇവിടെ അപ്പുറത്ത്. എനിക്ക് ഇവരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ പഠിച്ചു തന്നിരുന്നു പിള്ളേരാ. മനസ്സിലായ? ഇവരിനി പടം ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ വിളിക്കുക, ഇടയ്ക്ക് അച്ഛനായിട്ടും അമ്മാവനായിട്ടും. മനസ്സിലായ? ഡാഡി റോളാണെങ്കിലും അല്ലേ, നല്ല പഞ്ചാര ഡാഡി റോളാണെങ്കിലും. അത് ഇംഗ്ലീഷ് എന്തിനാ പറയണം? നമ്മൾ മലയാളികളല്ലടോ. നിങ്ങൾ ഇംഗ്ലീഷിലാണല്ലോ കണ്ടിട്ടുള്ളത്. പഞ്ചസാര ഡാഡി, ഡാഡി ഡാഡി എസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ.
സോഷ്യൽ മീഡിയയിലെ ഒരുപാട് റീൽസുകളൊക്കെ ചെയ്ത് ട്രെൻഡിങ് ആയതിനു ശേഷമാണ് ഡെർബിയിൽ ഒരു മുഴുനീള കഥാപാത്രം അവതരിപ്പിച്ചത്. അത് എത്രത്തോളം ഹെൽപ്പായിട്ടുണ്ട് ഡെർബി ചെയ്യാൻ വേണ്ടിയിട്ട്? വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ഒരു മൂവിയാണല്ലോ. അത് സജലിക്കടുത്താണ് ആദ്യം ഒരു താങ്ക്സ് പറയുന്നത്. കാരണം ഇപ്പം ഞാനൊരു സജഷൻ പറയുമ്പോഴും പുള്ളി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് ഇട്ടോ കുഴപ്പമില്ല. അത് തിയേറ്ററിലും വർക്കായി. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കോമഡീസ് വർക്കായി, ഈ പറഞ്ഞ പോലെ ആക്ഷൻ വർക്കായി, സെൻറ്റിമെൻറ്റ്സ് വർക്കായി. 22 വയസ്സ് എത്ര 47 ഓക്കെ. സുമതി എന്നുള്ളൊരു ക്യാരക്ടർ എല്ലാവരും സ്വീകരിച്ചു. അതുപോലെ ഇപ്പം തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ മറിയ എന്നുള്ളൊരു വിളി കേൾക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നണേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്ററിൽ പോയപ്പോൾ ആൾക്കാർ ഈ ഇതിലെ സിനിമയിലെ പേര് മറിയാന്ന് പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ആ ക്യാരക്ടറായിട്ട് ആൾക്കാർ കാണും എന്നൊക്കെ. പക്ഷേ ഫ്രം ദ ഡേ വൺ എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പോൾ സിനിമയാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. ഇപ്പോൾ ഓരോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിലും അമ്മീനാണെങ്കിലും ആഡം ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റേതായ അപ്രിസിയേഷൻസ് കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളൊക്കെ തുടക്കക്കാരാണ്. നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ഏറ്റെടുക്കുന്ന വിശ്വാസം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്തത്. സജിൽ അതേപോലെ സജിൽ ഇവിടെ സ്ട്രൈറ്റ്. അതായത് ഇപ്പോൾ പടം ഇറങ്ങിയപ്പോൾ റിവ്യൂസിൻ്റെ കാര്യങ്ങൾ അതേപോലെ ഏറ്റവും കൂടുതൽ കേട്ടൊരു ഇതാണ് പടത്തിൻ്റെ ക്ലൈമാക്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. അത് ഇച്ചിരി കൂടെ ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നുള്ളതിൽ വന്ന ആ ഒരു ഹൈപ്പ് അവസാനം എൻഡിങ്ങിലേക്ക് വന്നപ്പോൾ കിട്ടിയില്ല എന്നൊരു ഇത് കോമൺലി വന്നൊരു ഇതായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരുന്നു? ഞാൻ അതിൻ്റെ കേൾക്കണേ ഇപ്പോൾ പറയുമ്പോഴായിരിക്കണേ എല്ലാവർക്കും ക്ലൈമാക്സ് ആണ് വർക്കായത് എന്നുള്ളതാണ്. ഫൈറ്റ് അല്ല, എൻഡിങ് ഫെയിൽ ഗുഡായിട്ട് നിർത്തിയതാ. നമ്മൾ ഒരു ക്യാമ്പസ് ആണ് പടം. അൾട്ടിമേറ്റ്ലി ക്യാമ്പസ് ആണ് പടം. ക്യാമ്പസിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വലിയ കൊമേഴ്ഷ്യൽ പടം ചെയ്യണ പോലെ നമ്മൾ വലിയ, ഞാൻ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബ്രൂട്ടൽ പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും വർക്കാവില്ല. അത് വർക്കാവില്ല എന്ന് മാത്രമല്ല അത് തിരിച്ച് വരും. ശരിക്ക് ഞാൻ ഇപ്പോൾ PG കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ PG കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്താ വെച്ചാൽ അവിടെ നടക്കുന്നതാണ് ഈ ക്യാമ്പസിലുള്ള ഒരുപാട് സംഭവങ്ങൾ. ആ ക്യാമ്പസിൽ നടന്ന സാധനങ്ങൾ നമ്മൾ ഇൻസിഡൻസ് ആണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കണക്റ്റാണ് പരിപാടിയാണ്. അപ്പോൾ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ വലിയ ട്വിസ്റ്റൊക്കെ ഇട്ടിട്ട് അവിടെ വലിയ പരിപാടി ആക്കണേക്കാളും ബെറ്റർ വളരെ സിമ്പിളായിട്ട് എന്താണോ നോർമലി ലൈഫിൽ നടക്കുന്നത് അതുപോലെ ഒരു ഫീൽ ഗുഡായിട്ട് നിർത്തിയതാണ്. സമയത്ത് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ പിന്നോട്ട് വലിക്കപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ മലയാളികൾ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു മാനസികാവസ്ഥ എന്താണിപ്പോൾ? അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ട് നമ്മൾ സിനിമ എടുക്കില്ല എന്നുള്ളൊരു ധാരണ ഒന്നും എനിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഒന്നും എനിക്കില്ല. എനിക്ക് എന്താ പറഞ്ഞാൽ എൻ്റെ കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ആൾക്കാർക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും, ഒരു പർപ്പസിനാണ് അതൊരു ചെയ്യണത്. ഒന്നുകിൽ അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലാത്തവൻ റീച്ച് കൂട്ടാൻ, അതല്ലെങ്കിൽ അവൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അതായത് അത് മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലൊരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു സിനിമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള അല്ല. അത് ചെയ്യുന്ന ഒരാൾക്കൊരു ഒരു പർപ്പസ് ഉണ്ടാവില്ല അത് ചെയ്യണമെങ്കിൽ. അല്ല, അതിനൊരു കാരണം ഉണ്ടാവില്ല. വെറുതെ അങ്ങനെ വെച്ചാൽ എല്ലാവരും നെഗറ്റീവ് ഇടേണ്ടത് അല്ല. അതല്ലെന്ന് പറഞ്ഞാൽ ഒരാൾ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും അയാൾക്ക്.
അതൊന്നുകിൽ അയാൾക്ക് സ്വയം ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേജോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൂടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യും. വന്നിട്ട് ഇത് എങ്ങനെ അല്ലാണ്ട് പറയുമ്പോൾ അയാളുടെ അക്കൗണ്ട് എൻഗേജ്ഡ് ആവും. അപ്പോൾ അയാൾ കുറേ മേലക്ക് കയറിപ്പോവും. ഒന്നുകിൽ അതല്ലെങ്കിൽ അതായത് സ്വയം നാറിയിട്ട് വലുതാവാനുള്ളൊരു ഒരു ഇതാവും. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പറയുന്നത് കേട്ടിപ്പോൾ പറയണപ്പോൾ ഏതെങ്കിലും ഒരു ആൾ പറയണം ഡർബി ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ ഡർബിയുടെ ലോസ് സംഭവിക്കണം, അല്ലെങ്കിൽ അതിലെ ആർട്ടിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിലുള്ള ഡയറക്ടർ പെർഫോം ആവാൻ പാടില്ല സിനിമ, അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉദ്ദേശം ആരെങ്കിലും ഇതെന്താണെന്നാണ് എനിക്ക് ഒരു അറിയാനുള്ളൊരു കൗതുകം ആക്ച്വലി. അല്ലാതെ സിനിമ ഒരാൾ നെഗറ്റീവ് ഇട്ടതുകൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാനുള്ള ഉദ്ദേശം എന്തായാലും ഇല്ല. ഒരിക്കലും നമ്മളിത് ചെയ്യില്ല. നെഗറ്റീവ് ഇട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, വി വിൽ ഫേസ് ഇറ്റ്. നമ്മളിത് നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടേയിരിക്കും. നമസ്കാരം. നല്ലൊരു ക്രൂവിൻ്റെ കൂടെ നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിലുപരി എനിക്ക് നന്ദി പറയാനുള്ളത് ഓഡിയൻസിൻ്റെ അടുത്താണ്. കാരണം നമുക്കെതിരെ ഇത്രയും നെഗറ്റീവ്ലി വരുന്ന സമയത്ത് പോലും ഹൗസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ അവർ പോയി പടം കാണുന്ന ഓഡിയൻസിന് ഒത്തിരി നന്ദി. അതുപോലെ പടം കണ്ടവരാരും ഇതുവരെ നമുക്ക് കുറ്റമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു വാഗ്ദാനങ്ങളും ഇല്ലാതെയാണ് ഈ സിനിമ കൊണ്ടുവന്നത്. അതുപോലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മെസ്സേജസ് വരുന്നത് കണ്ടവരാരും ഇതുവരെ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുന്നവരെ നമ്മൾ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് കാണുന്നത്. കാര്യം എന്നാലാണ് നമുക്ക് ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതെന്താ പോരായ്മകൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പടം കാണാതെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ സങ്കടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കണ്ട് എന്താണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയുവാണെങ്കിൽ അതാണ് സന്തോഷം തരുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. നമസ്കാരം. ആദ്യമായിട്ട് ഷൈൻ ചേട്ടനോടൊരു നന്ദി പറയാനുണ്ട്. കാര്യം നമ്മളൊരു 9 വർഷം മുന്നേ ഒരു ഷോർട്ട് ഫിലിം അല്ല ഒരു മ്യൂസിക് ആൽബം പ്രാണാബീമ വാലന്റൈൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബിപിൻ ചേട്ടൻ ചെയ്ത നായനാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ ഈ സിനിമയിൽ എങ്ങനെ അതന്നെ അപ്പം അന്നും അദ്ദേഹം ഷൂട്ടിൻ്റെ ഇടയിൽ തിരക്കും പരിപാടിയായിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ടൈം തന്ന് അന്ന് ഞാൻ ഇൻഫോ പാർക്കിൽ വെച്ചിട്ട് ടെക്നോ പാർക്കിൽ അല്ലല്ല ഇവിടെ തന്നെ ഇൻഫോ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്നും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഇവിടെ വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഷൈൻ ചേട്ടാ. അത് അതെ താങ്ക് യു. അപ്പം ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടി സർവൈവ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. അതിന് ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടം യുവാക്കൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോണ്ടിങ് ആ രീതിയിലാണ്. നമ്മൾ സിനിമ കണ്ട് സിനിമയ്ക്ക് പോരായ്മകൾ ഉണ്ടാവാം, പക്ഷേ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു ഈ സിനിമയുടെ ഔട്ടിൽ. നല്ല നല്ല അഭിപ്രായങ്ങൾ ആദ്യമേ വന്നിരുന്നു. നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഈ പറയുന്ന നെഗറ്റീവ് റിവ്യൂസ് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററുകളിലും മറ്റും പോകുമ്പോൾ അവിടെ നല്ല അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് വളരെ ജെനുവിനായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഇപ്പം ഈ മീഡിയ സുഹൃത്തുക്കളാണെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും പറ്റുന്ന പോലെ സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എൻ്റെ പേര് ഫായിസ് എന്നാണ്. എൻ്റെ 3ാമത്തെ പടമാണ്. ഫസ്റ്റത്തെ പടം സജിൽ എന്നെ സംവിധാനം ചെയ്ത കടകനിലെ, പിന്നെ ആലപ്പുഴ ജിംഖാന, ഇതെൻ്റെ 3ാമത്തെ പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. കാരണം ഞങ്ങൾ ഈ പ്രസ് മീറ്റ് തന്നെ വെക്കണമെന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഡേ നല്ല റിവ്യൂ ആയിരുന്നു പടത്തിന്. പിന്നെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക്
ബാഡ് കുറേ റിവ്യൂസ് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ അവിടെ ഹൗസ്ഫുള്ളും ഭയങ്കര നല്ല റിയാക്ഷനാണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം തന്നെയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് എല്ലാവർക്കും അറിയിച്ച് ഞങ്ങളെ കുറച്ച് പടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ മാത്രം നിങ്ങൾക്ക് ന്യൂ ഫേസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങളെ ബാക്കിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാർ അഭിയണ്ണനായാലും ഗോപി സുന്ദർ സാറായാലും നമുക്ക് എല്ലാ വലിയ ടെക്നീഷ്യന്മാരാണ് ഞങ്ങൾ ബാക്കിൽ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി പടം കാണണം. അത്ര തന്നെ. അടുത്തത് നമ്മൾ അനു. സജിലിക്കാണ് താങ്ക് യു പറയാണ്. കാരണം ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു. പിന്നെ ഒരു സിനിമ ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ മാത്രമല്ലായിരുന്നു ഞങ്ങൾ മൊത്തത്തിലുള്ളത്. കാരണം ശരിക്കും ഒരു കോളേജിൽ പോകുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിന് ഒരു താങ്ക് യു പറയാണ്. പിന്നെ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ ഒരു പടം പെർഫെക്റ്റ്ലി ആയിട്ട് ഒരു പടമില്ല. പക്ഷേ നമ്മൾ ഒരു പടം ഡിസർവ് ചെയ്യണ ഇതിൻ്റെ അപ്പുറം നെഗറ്റിവിറ്റി, ഫോഴ്സ്ഡ് നെഗറ്റിവിറ്റി എന്തായാലും ഈ പടം ഡിസർവ് ചെയ്യുള്ളത്. അപ്പോൾ പടം കാണാത്തൊരു റിവ്യൂ പറയുന്നത് കുറച്ച് മോശം പരിപാടിയാണ്. പടം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പടം കണ്ടതിന് ശേഷം മാത്രം റിവ്യൂ പറയാം. പിന്നെ ഷൈൻ ചേട്ടനെ കുറിച്ച് പറയാൻ എന്താണെന്ന് വെച്ചാൽ അല്ലല്ല മോശം അഭിപ്രായത്തിൻ്റെ അല്ല, കാരണം നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ഒരു ആളാണ്. ഷൈൻ ചേട്ടൻ എനർജി ആയാലല്ല, നമ്മളെല്ലാം അത്ര എനർജി ഒരാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഷൈൻ ചേട്ടനോടൊരു കണ്ടോ അപ്പോൾ ഷൈൻ ചേട്ടനോടൊരു നന്ദി പറയാണ്. അഭിയണ്ണ പോരും. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവർ എല്ലാവരും പടം കണ്ടിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പടം കാണാത്തവർ കാണുക. ഈ ഫോഴ്സ്ഡ് നെഗറ്റിവിറ്റി ഒക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ പടം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം പറയാം. താങ്ക് യു. മനൂപിന് കൊടുക്കാം. നമസ്കാരം, എൻ്റെ പേര് ഷമ്യ. എൻ്റെ ആദ്യ പടമാണ് ഡർബി. അപ്പോൾ അതിൽ സജിൽഖാൻ്റെ അടുത്താണ് നന്ദി പറയാനുള്ളത്, എന്നെ ഇതിൽ സെലക്ട് ചെയ്തതിന്. ഇതിലൊരു ചെറിയൊരു കഥാപാത്രം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡർബി അക്സെപ്റ്റ് ചെയ്ത ഓഡിയൻസിൻ്റെ അടുത്തും എല്ലാം നന്ദി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സിനിമ കാണണം. ഞാൻ പഠിച്ച ക്യാമ്പസ് തന്നെയാണ് മമ്പാട്. അപ്പോൾ അവിടെ ഷൂട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്കും വീണ്ടും ആ ക്യാമ്പസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മുടെ സിനിമ വഴി. അപ്പോൾ സിനിമ കാണുന്ന സമയത്തും ഞാൻ ആ ഒരു കോളേജ് മൊമെൻറ്റ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ വളരെ നന്ദിയുണ്ട്. പിന്നെ മാക്സിമം എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടവരെല്ലാം പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. പിന്നെ അധികം തിയേറ്റേഴ്സിൽ ചെല്ലുമ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഫുള്ളായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ തിയേറ്റേഴ്സിൽ എത്തും. അപ്പോൾ താങ്ക് യു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് മനൂപ്. ഇത് ഡർബി എൻ്റെ ആദ്യ സിനിമയാണ്. ഇതിനു മുന്നേ സജിൽ സംവിധാനം ചെയ്തിട്ടുള്ള കടകൻ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡർബിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഡർബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. അതായത് കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, കോളേജ് പഠിച്ചിറങ്ങിയവർക്ക്, കോളേജ് മിസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രണയവും കലഹങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ്. എല്ലാ രീതിയിലും നല്ല എന്താണോ 3 വർഷ കാലഘട്ടത്തിൽ നടന്നു പോകുന്നത് അതെല്ലാം ഞങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിറങ്ങുന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ റിവ്യൂസ് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതെന്താണോ പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത്. എന്തോ ഞങ്ങളെ ആരൊക്കെയോ ഭയക്കുന്നു എന്ന് ഷൈൻഡോൻ സർ പറഞ്ഞ പോലെ അതാണ് ശരിക്കും സത്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സിനിമ പോയിട്ട് കാണുക, സത്യസന്ധമായിട്ടുള്ള റിവ്യൂകളും മാത്രം ഇടുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഷൈൻ ചേട്ടാ, നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. സ്ട്രഗിളൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എന്താണ് ഇത്ര കഷ്ടപ്പാട്? അല്ലെങ്കിൽ ഒരു
നടനാവാൻ ഇഷ്ടമുള്ള കാര്യം കണ്ടെത്തി അതിലേക്ക് എത്താനാ കഷ്ടപ്പാട്. അപ്പോൾ ഒരു നടനാവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് പിന്നീട് നടനായത്. പക്ഷെ ഇപ്പം ഡർബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ന്യൂ കമേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പുതിയ ജനറേഷൻ. അപ്പോൾ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഷൈൻ ചേട്ടൻ കഷ്ടപ്പെട്ടതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇനിയുള്ള ജനറേഷന് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ ജനറേഷനും എല്ലാ ഈ ഡേ നൈറ്റ് തന്നെയല്ലേ, രാവിലെയാവും രാത്രിയാവും അല്ലേ? എല്ലാവരും ഒരു വയസ്സ് മുതൽ 1 by 1 ആയിട്ട് 10, 20, 15 അങ്ങനെയല്ലേ പോണ. എല്ലാവരും അതാത് വയസ്സിൽ അതാത് ദിവസങ്ങളിൽ എല്ലാവരും ഒരേ കഷ്ടപ്പാട് തന്നെയാണ് നടത്തണം അല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് കഷ്ടപ്പാട് മാറുമോ? ഇപ്പോൾ ജനിച്ച കൊച്ച് ജനിച്ച കൊച്ചും അതേ ദിവസം അതേപോലെ തന്നെയല്ലേ പെരുമാറണേ? അല്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ABCD ചൊല്ലും എല്ലാവരും അമ്മ എന്ന് കരയണം. അത് കഴിഞ്ഞാൽ അവർ ഞരങ്ങും, പിന്നെ മുട്ടും മഴയും, പിന്നെ അല്ലേ? ഡിജിറ്റൽ ഇന്ത്യ പോട്ടെ, ഞാൻ പറയാം. ഡർബിയിലേക്ക് വരുവാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഡർബിയിൽ മാത്രമല്ല, ഒരുപാട് മലയാള സിനിമയിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള മലയാളത്തിലെ ആക്ടേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സ് ഒരു വെല്ലുവിളിയാണ്. അവര് ഞങ്ങളെ കൂടി പ്രചോദിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതം ഭയങ്കര ശോകമാണ്. നമ്മുടെ വീഡിയോ തന്നെ അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുന്ന വീഡിയോ, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഇങ്ങനെ കാണുന്ന വീഡിയോ കണ്ട് നമ്മൾ തന്നെ മുരടിച്ചു പോകും. ആക്ച്വലി പുതിയ ഇൻഫ്ലുവൻസും പുതിയ ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും വർണ്ണാഭമാവുന്നതും ഇത്രയും എനർജറ്റിക് ആവുന്നതും. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സത്യമായിട്ടും ഇത് വായനോട്ടം നല്ലതായിട്ട് ഇനി പറയാ. അല്ല ഇത് പറയാനാ, കാരണം ഈ പറഞ്ഞ ഞാനാണെങ്കിൽ എല്ലാവരും ഈ പല വീഡിയോസ്, ഈ ആക്ടിങ് വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വീഡിയോ ഇടുന്നത് സിനിമയിൽ വരാനായിട്ട് തന്നെയാണ്. പണ്ട് മിമിക്രി നാടകങ്ങൾ വഴി സിനിമയിൽ വന്നു. അതെ, ഇപ്പം ഇതേ പോലെ വീഡിയോ ഇട്ട് എങ്ങനെയും സിനിമയിൽ കയറുക. കഷ്ടപ്പാടെന്നറിയോ? മൊബൈലുള്ള എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. അതാണ് നമ്മുടെ കഷ്ടപ്പാട്. പണ്ട് യുവജനോത്സവത്തിൽ മിമിക്രി മോണാക്ടൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ ജില്ലയിൽ, സംസ്ഥാനത്തുമ്പോൾ ഒരാൾ. ഇതിപ്പോ എല്ലാ വീട്ടിൽ നിന്നും ഒരു 5 ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് ചുരുങ്ങി. അതിൽ നിന്ന് ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ഇടുക, സിനിമയിൽ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് ബ്രോ. കാരണം അതിന് കഷ്ടപ്പാടാണോന്നോ? ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടാ? സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് സൊസൈറ്റിയുടെ ഒരു പ്രതിച്ഛായ അല്ലാതെ ഒരു രാവിലെ മുതൽ ഉച്ച കഴിയാൻ വിളിക്കും, അവനും എടുക്കും ഷൂട്ടിങ്. ഇൻഫ്ലുവൻസർ അല്ലാത്ത താല്പര്യമില്ലാത്ത ഒരാളങ്ങനെ ഈ ലൊക്കേഷനിൽ പോയി നോക്കിയിട്ടുണ്ടോ? ക്ഷമ അങ്ങോട്ട് കെട്ടു 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഷൂട്ട് അവൻ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനു വേണ്ടിയിട്ട് തന്നെ വന്നവരാ, മനസ്സിലായോ? അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ പോകും. ഞങ്ങളുടെ സാറ് വരും, ആ ഉച്ചയാകുമ്പോഴേക്കും പോകും. നോക്കിക്കോ, വലിയ ഷൂട്ട് കൊണ്ട് വന്നിട്ടേ ഉച്ചയാകുമ്പോഴേക്കും പോകും. അവൻ അടുക്കും. ഉച്ചയാകുമ്പോഴേക്കും ആരവിടെ എന്തെങ്കിലും ആവുമോ? ഊണാവും. ധ്യാൻ ചേട്ടൻ എന്താ പറഞ്ഞേ? ആക്ച്വലി ധ്യാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കാറില്ല. എന്താ ധ്യാൻ ആൺകുട്ടിയല്ല, ഞാൻ പെൺകുട്ടികൾ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. ഒരു സിനിമ പൊട്ടിയാല് പിന്നെ അദ്ദേഹത്തെ തേടി ആളുകൾ വരുന്നുണ്ടെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടേഴ്സിന് അതിപ്പോ ഇലക്ഷന് പൊട്ടുന്നവർ വീണ്ടും മത്സരിക്കുന്നില്ലേ? അതുണ്ട്. പക്ഷെ ഒരു സൂപ്പർ താരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആക്ച്വലി ഒരു സിനിമ പൊട്ടുക വിജയിക്കുക എന്നുള്ളത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിന് വേണ്ട മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല. മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 60-70 പേർക്ക് സ്ഥിരം ജോലിയാ 10-40 ദിവസം ആണോ? അപ്പൊ അതൊരു വിജയമാണോ സിനിമയുടെ? പിന്നെ എല്ലാ പുൽസയും പൊട്ടാതെ തന്നെ കിട്ടണം എന്ന് എന്താ വാശി പിടിക്കണം? പൊട്ടിയാലും പുൽസൈ കഴിച്ചൂടെ? അപ്പൊ ആ പൊട്ടിയ പുൽസൈ എടുത്ത് കഴിച്ചോളൂ. ഈ സാധനം മെറ്റീരിയൽസ് വെച്ചിട്ടാണല്ലോ. ഒരു മോശം സിനിമ ഉണ്ടാവാതെ ഇവിടെ നല്ല അല്ലെങ്കിൽ റിവ്യൂ ഇടുന്ന മച്ചന്മാരുണ്ടാവില്ലല്ലോ. പടം എല്ലാം ഹിറ്റാണെങ്കിൽ ഇവർക്ക് ഹിറ്റാവാൻ പറ്റില്ല. ഒരു മോശം പടം അവർക്ക് ഹിറ്റാവാനെങ്കിലും ഉപകരിക്കുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് കുറ്റം പറയാനാണെങ്കിലും ഞങ്ങളുണ്ടല്ലോ ബാക്കി പറയണ പോലെ. തല്ലി കുടിക്കുന്ന കഞ്ഞി ഒരാൾ മാത്രമല്ലല്ലോ മച്ചാനെ കുടിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട്. അതിനായിട്ടെങ്കിലും അത് ഉപകരിക്കപ്പെടുന്നുണ്ടല്ലോ. പിന്നെ അതിന്റെ മെറ്റീരിയൽ തന്നെയല്ലേ പിന്നെ അങ്ങോട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ? അതെ 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 പറഞ്ഞു വരുന്നത് പൊട്ടിയ പുൽസായി എങ്ങനെ
കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കാന്നുള്ളതല്ലേ? അല്ലല്ല. അല്ല, പൊട്ടിയ പപ്പടം എങ്ങനെ കഴിപ്പിക്കാന്നുള്ളതല്ലേ? പപ്പടം ബിരിയാണി നമുക്ക് പിന്നെ പിടിക്കാം. അതായത് ചോദ്യം ഇതാണ്. ചോദ്യം. ഞാൻ ചേട്ടന് പറഞ്ഞത്, അതായത് ഒരു പടം പൊട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ തേടി കൂടുതൽ പടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള നായകന്മാരല്ലെങ്കിൽ മറ്റുള്ള ആക്ടേഴ്സിനെ മാർക്കറ്റുള്ള ഒരു ആക്ടറിന്റെ അടുത്ത് സമീപിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ റവന്യൂ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളപ്പം പുതിയ ആളുകൾ വരുമ്പോൾ അവരെയും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പ്രചോദനം ആദ്യം കാണിക്കും. ഇതിലിപ്പോ ഏതാ ചോദ്യം, ഏതാ ഉത്തരം? ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യാൻ ചോദ്യം കിട്ടും. അതായത് പുതിയ ആൾക്കാർ വരുമ്പോൾ പ്രചോദനം ഉണ്ടെങ്കിലും പിന്നീട് അവരാരും ഫ്രണ്ടിലോട്ട് കാണാറില്ല. സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്നവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ വരുന്നവർ കുറെ പേരാണ്, നിലനിൽക്കുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ്. എത്ര ഗാന്ധിജിമാരുണ്ട് ലോകത്ത്? ഒരു ഗാന്ധിജിയേ ഉള്ളൂ. എത്ര ചാപ്ലിൻ? ഒരു ചാപ്ലിൻ. എത്ര മൈക്കിൾ ജാക്സൺ? ഒരു മൈക്കിൾ ജാക്സൺ. എത്ര പേരുണ്ട്? മനസ്സിലായോ? അത് മതി എന്ന് പറയണം, ഇനി വേണ്ട ബാധിക്ക്. ഇതൊക്കെ വീണ്ടും വരട്ടെ, മൈക്കിൾ ജാക്സൺ ഒക്കെ വീണ്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരെ, ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് അല്ലേ? അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? അവരവരുടെ ജീവിതം അതാത് രീതിയിൽ ആഘോഷിക്കുകയും അല്ലെങ്കിൽ അനുഭവിച്ചും സന്തോഷിച്ചും ഇങ്ങനെ പോകുന്നുണ്ട് മച്ചാനെ. അവരെല്ലാവരെയും നമ്മളെല്ലാ ദിവസവും കൊണ്ടു നടക്കുമോ? ഇല്ലല്ലോ. ഏത് പാർട്ട്ണറിനെ പോലും നമ്മൾ കൂടെ കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുമിച്ചല്ലല്ലോ ഈ ഷിപ്പിൽ കയറി വന്നത്. അപ്പോൾ ഒരുമിച്ചും അല്ല തിരിച്ചു പോകേണ്ടതും അല്ലേ? ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അതുകൊണ്ടല്ലേ ക്രിസ്മസ് വേറെ, റംസാൻ വേറെ അല്ലേ? അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാം കൂടി ഒരു 8 ദിവസമാക്കിയാൽ മതിയായിരുന്നില്ലേ? നമുക്കെല്ലാം ബർത്ത്ഡേ ഡേറ്റ് വേറെ വേറെ ഡേറ്റ്സ് അല്ലേ? എന്താ മനസ്സിലായ? ഓക്കെ. അങ്ങനെയൊന്നുമില്ല. അല്ല, ഇപ്പൊ ഈ ഡെർബിയിലാണെങ്കിലും ഇപ്പോൾ നായിക എന്നുള്ളതിലുപരി ആ മറിയ എന്നുള്ള ഒരു ക്യാരക്ടറിന് ഫ്രം ദി ബിഗിനിങ് തൊട്ട് അവസാനം വരെ പല ഇമോഷനിൽ പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സാണ് നോക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ നായിക മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. നായകനും ചെയ്യും. ഒരു മെനകെട്ട പേര്. അത് പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാ പേര് മാറ്റണോ? മാറ്റില്ല. പേര് മാറ്റിയ മാറ്റില്ല. നിങ്ങളുടെ പേരെന്താ? വൈഷു. ശരിക്കുള്ള പേര് പറ. നല്ല പേരാണല്ലോ. അല്ല, എൻ്റെ ഒരു ഐഡന്റിറ്റി ആണ്. ഇപ്പൊ കുറച്ചെങ്കിലും ആൾക്കാർക്ക് എന്നെ അറിയുമെങ്കിൽ അത് ജസ്നിക ജഗദീഷ് ആയിട്ടാണ് അറിയുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അയ്യപ്പനാണോ അത് തീരുമാനിച്ചു? അതുവരെ നമ്മുടെ സാനിയയുടെ പേര് കൺഫേം ആയ? ഏതാണ് ഇപ്പൊ പറയാൻ? അയ്യപ്പനാ കൺഫേം ആയ? അങ്ങനത്തെ കുറച്ച് കാലം കഴിഞ്ഞ് പറഞ്ഞുതരാം. ഹെലികോപ്റ്ററിന്റെ പേര് പറയരുത്. അതിന്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആ ലേഡീസ് കോളേജിലെ ഷൂട്ടും മതിയാക്കിയിട്ട് ഇവിടെ ഈ കോളേജിൽ ഷൂട്ടിന് വന്നു. അവിടെ ആണെങ്കിൽ 100%, ഇവിടെ ആണെങ്കിൽ 50%. அது சஜில் சொல்றதோட நசீர் சொன்னாதான் இன்னும் நல்லா இருக்கும். கண்ட்ரோலர் சொன்னாதான் அது கரெக்டா இருக்கும். ஏன்னா ஹெலிகாப்டர் പിന്നെ കോക്പിറ്റിൽ കയറി ഒന്നും പറയാൻ പറ്റില്ല. ആ കോക്പിറ്റ് മാത്രമേ ഉള്ളൂ ഹെലികോപ്റ്റർ. சாப்பர் எடுக்கிற കൊണ്ടുവന്നത് ആലുവയിൽ നിന്നാണ് വന്നത്. நான் சொல்றேன் அதுக்கு കണക്ട് ചെയ്ത് വന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ഒരു ട്രെയിനും ഇല്ല, ഒരു ബസ്സും നോക്കിയിട്ട് കാണുന്നേനില്ല. അപ്പം ഞാൻ ഹെലികോപ്റ്റർ അന്വേഷിച്ചു. അപ്പോൾ 8 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറില്ല. ഇപ്പോഴത്തെ ഷൂട്ടിങ്ങിന് ഒരു ദിവസം ചിലവ് 8 ലക്ഷം ഇല്ല. 8 ലക്ഷം ഉണ്ടായിരുന്നോ? അതിന് മീൻ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ഇൻഡസ്ട്രിക്ക് ഒരു ഹെലികോപ്റ്റർ കൊണ്ട് വാങ്ങി കഴിഞ്ഞാൽ അല്ലേ? ഇൻഡസ്ട്രിയുടെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നിലക്കോയില് ആരെടുക്ക സംസാരിക്കും നിലക്കോയിൽ. അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഫ്ലൈറ്റ് ഒക്കെ തുടങ്ങാം, എയർലൈൻസ് ഒക്കെ തുടങ്ങാം അല്ലേ? നല്ല കാര്യമാണ്. ഡെർബി ഒരു പ്രചോദനമാവട്ടെ എല്ലാത്തിനും.
അല്ലാതെ നമ്മൾ ഹെലികോപ്റ്റർ ആവശ്യമുള്ള സമയത്ത് അത് വാടകയ്ക്ക് എടുക്കുക അപ്പുറത്തുനിന്ന്, പിന്നെ അതിന് വാടക കൊടുക്കുക, എന്തൊക്കെ കഷ്ടപ്പെട്ട്. ഇതൊക്കെ ഒരു സംസ്ഥാനത്തിന് വേണ്ടേ? ഓരോ വ്യക്തികൾക്കുണ്ട് ഇതൊക്കെ. നിങ്ങളൊക്കെ പിന്നെ പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിളി പോയിട്ട് പറയണ്ടെന്ന് പറയുകയെ. കാരണം ഞാൻ കിളീനെ വറുത്ത് വിട്ടു ആക്ച്വലി. കാരണം എല്ലാം സ്വതന്ത്രരാവട്ടെ. ഹെലികോപ്റ്റർ അത് ഹെലികോപ്റ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് 2-3 പ്രശ്നങ്ങളുണ്ടായി. അല്ലല്ല, ബാക്ക് ടു ബാക്ക് പ്രശ്നമായിരുന്നു. തലേ ദിവസം നാളെ മോർണിംഗ് ആണ് ഹെലികോപ്റ്റർ ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നൈറ്റ് നമ്മുടെ ക്യാമറ ടീമിൽ ഒരാൾ ഒരു ആക്സിഡൻറ്റിൽ മരിക്കണ്ടായി. ഓൾറെഡി നമ്മൾ ഹെലികോപ്റ്ററിന് നമ്മൾ ക്യാഷ് എല്ലാം കൊടുത്തൊക്കെ സെറ്റ് ആയി. അവരാണെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ യൂണിറ്റ് ഒന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏർലി മോർണിംഗ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ച് കോളേജിൽ അന്ന് ഹെലികോപ്റ്റർ പെട്ടെന്ന് പെർമിഷൻ ഇഷ്യൂ ആയി. അവിടെ അന്ന് സ്റ്റുഡൻസിന് എന്തോ പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏർലി മോർണിംഗ് ഞാനും അബിയുടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് കൺട്രോളർ വന്നിട്ട് പറഞ്ഞു, ഇത് ഹെലികോപ്റ്റർ ഇവിടെ എത്താനായി, നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ ഞങ്ങൾ ജനലൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളാകെ ടെൻഷനിലായി. കാരണം ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കണം. രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ തേടി നടക്കുകയാണ്. അങ്ങനെ ആ ഹെലികോപ്റ്റർ രാവിലെ ആലുവയിലോ അങ്ങാണ്ട് ഹോൾഡ് ചെയ്തു ഇറക്കിയിട്ട്. പിന്നെ നമുക്ക് ആകെ കിട്ടുന്ന 3 മണിക്കൂറാണ്. 4 മണിക്ക് തിരിച്ച് ഹെലികോപ്റ്റർ തിരിച്ചു പോകും വേണം. അങ്ങനെ ഒരുപാട് കോളേജുകൾ, ഒരുപാട് സ്ഥലങ്ങൾ ഹെലികോപ്റ്ററൊക്കെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ പോയി നോക്കി. അങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോളേജ് ഇങ്ങോട്ട് വിളി വന്നു, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നോ, നമുക്ക് ഡെക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളേജിൽ നിന്ന് വിളി വന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കി. നമുക്ക് വെറും 2 മണിക്കൂർ 2 ഹവറിലാണ് അത് 2 ഹവറാണ് നമുക്ക് കിട്ടിയത്. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 മണിക്കൂർ കൂടി കിട്ടി. അബിയേട്ടനെ അതിൽ എത്ര പറയാം, കാരണം നമ്മൾ 2 ക്യാമറ 3 ക്യാമറ വെച്ചിട്ട് പുള്ളി നമ്മൾ ഒരു ദിവസം 2 ദിവസം ചാർട്ട് ചെയ്ത സാധനമാണ്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട്, അതും ഈ 4 മണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്തു. ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടായ സംഭവമായിരുന്നു അത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഫൈറ്റിന്റെ എൻഡ് തീർക്കുന്നതിന് മുമ്പേ ഹെലികോപ്റ്റർ പോവുകയും ചെയ്തു. അതാണ് ഹെലികോപ്റ്റർ. നമ്മുടെ ലീഡ് ചെയ്ത കക്ഷി എങ്ങനെയുണ്ട്? നായകന്റെ റോള് പ്രഷർ ഉണ്ടാ? ഒരു പടം റിലീസാവുന്നു, അത് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ എങ്ങനെ തലയിലേക്ക് ടെൻഷനായി വന്നു തുടങ്ങിയ, പ്രഷറായി വന്നു തുടങ്ങിയ? ടെൻഷൻ ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു എന്താ പറയാ, ഒരു നായകൻ. എന്നാലും ഒരു ചെറിയൊരു പ്രഷർ കൂടുതലുണ്ടോ? ഇല്ല, ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് ഷൈൻ ചേട്ടാ. ഇപ്പം അമീനായാലും ഫായിസ് ആയാലും ശിവയായാലും ഇവരൊക്കെ ഉണ്ട്. ഡയറക്ടർക്ക് ആണ് കൂടുതൽ ടെൻഷൻ. ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പടം തിയേറ്ററിൽ വന്ന് ആളുകൾ നല്ലത് പറയുന്നുണ്ട്. ഹൗസ്ഫുൾ ഷോസ് ഇപ്പോൾ എന്നെ ഫായിസ് കാണിച്ചു തന്നു. ഇന്നും ഹൗസ്ഫുൾ ഷോസ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നായകൻ പ്രാധാന്യം, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിലുള്ള എല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്തോഷം. ചേട്ടാ താങ്ക് യു. എനിക്ക് ചോദിക്കാനൊരു കാര്യമുണ്ട്. അതായത് പ്രകമ്പനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂവിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിലും യൂത്ത്, അതിൽ കോളേജ് ഹോസ്റ്റലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ കോളേജ് ഫുള്ളുണ്ട്. എങ്ങനെയാണ് അമീൻ ഒരു കോളേജിന്റെ ഒരു ക്യാമ്പസ് വൈബ് ഓർമ്മ വന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈഫ്? എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഈ ഫിലിം ലൈഫ്? കോളേജിന്റെ പുറത്ത് ക്ലാസ് റൂം അത്ര രസമില്ല അല്ലേ? പഠിക്കുന്ന ഏരിയ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. 16-17 പേപ്പർ കിട്ടാണ്ട് എനിക്ക്. അല്ല, ഞാൻ ഈ കോളേജിൽ കുറേ കാലം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. ഈ സിനിമ പരിപാടിയൊക്കെ ആയിട്ട് നേരത്തെ അവിടുത്തെ ഇറങ്ങേണ്ടി വന്നു. അപ്പം അതിനുശേഷം കുറച്ച് കളി ഈ പറഞ്ഞ പോലെ സിനിമയുടെ പിറകെ നടന്ന് ആദ്യം കിട്ടിയത് ഉജ്ജ്വലൻ. അതിനകത്ത് ജസ്റ്റ് നോർമൽ ക്യാരക്ടറാണ്. പക്ഷേ അതിനുശേഷം പ്രകമ്പനത്തിലോട്ട് വന്നപ്പം അതൊരു കോളേജ് പരിപാടി. അത് തീർത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡെർബിയിലോട്ട് വന്നത്. അതും ഒരു കോളേജ് പരിപാടി. ഒരുപാട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ പരീക്ഷ എഴുതണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നടക്കാൻ പറ്റുന്ന കോളേജ്. ഒരുപാട്
ഒരുപാട് എൻജോയ് ചെയ്ത പടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം. ഞാനും ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് ചെയ്യണം. ഏതാ ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഓക്കെ, ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നെഗറ്റീവ് വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആൾക്കാർക്ക് പടം വർക്കായില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം ഓക്കെ മൈൻഡ് സെറ്റാക്കി. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാം കുറേ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു, ഞായറാഴ്ച ഉച്ച വരെ. പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് എല്ലാ തിയേറ്ററിലും പോയി ആൾക്കാരുടെ ജെന്യൂൻ റിവ്യൂസ് അറിഞ്ഞു. പടം കണ്ടവരുടെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മൾ പോയി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കെല്ലാം പടം ഭയങ്കര രീതിയിൽ വർക്കായി. അപ്പോൾ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഞാനായാലും ഋഷി ആയാലും ഇന്നലെ വെളുപ്പിന് 2 മണിക്കൊരു വീഡിയോ ഇടുകയും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പം ഈ പറഞ്ഞ പടം നമ്മളെ പടം ഭയങ്കര വലിയ സംഭവം വലിയ പടങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ആണോ? അല്ലല്ല എൻ്റെ. നമ്മുടെ പടം ഭയങ്കര ഇല്ലില്ല വേറെ വലിയ പടങ്ങളുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊരു ചെറിയ പടമുണ്ട്. ഈ വീഡിയോ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരായ്മകളുണ്ട്. പക്ഷേ ഈ വരുന്ന നെഗറ്റീവിനനുസരിച്ചുള്ള നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ചുള്ള നെഗറ്റീവ് നമ്മുടെ പടത്തിലില്ല. സോ ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആൾക്കാർ അറിയിക്കുക ഒരിക്കലും ഇല്ല. മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ലാലേട്ടനാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അനുകരിക്കാറില്ല. ഇല്ലില്ല ഞാൻ മിമിക്രി ചെയ്യാറില്ല. ഇല്ലില്ല ഒരിക്കലും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. ഒരിക്കലും അനുകരിച്ചിട്ടില്ല. ഇല്ല എനിക്ക് വരില്ല. എന്താ മനെ അപ്പം എല്ലാവരും പടം കാണാം. ഇതിനകത്ത് ഷൈൻ ചേട്ടൻ ഒഴിച്ച് ബാക്കി ആരും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടിച്ച് താക്കരുത്. ഓക്കെ അമീൻ ബ്രോ, ഇപ്പോൾ അമീൻ ബ്രോൻ്റെ ഫസ്റ്റ് ഫിലിം ഉജ്ജ്വലൻ അത്യാവശ്യം കോമഡി ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നീടൊന്നും പ്രകമ്പനം ഫണ്ണുണ്ട്, എന്നാലും അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഡെർബിയിലാണെങ്കിൽ കിടിലും മാസ് ഫൈറ്റ് അല്ലെങ്കിൽ കോമഡി ഉണ്ട്, എന്നാൽ അതേ സമയത്ത് ഫൈറ്റ് മാസ് സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടുത്ത പടത്തിൻ്റെ ഒരു ട്രെയിലർ വന്നിരുന്നു. അതിൽ കുറച്ച് ഫൈറ്റ്, കോളേജ് ഫൈറ്റ്, സ്കൂൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം കോമഡി രീതികളിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ ആ കോമഡികളെല്ലാം മാറ്റി കുറച്ച് സീരിയസ് മാസ് ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ വീഡിയോസ് കോമഡി ചെയ്താലേ ആൾക്കാർക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മിനിറ്റ് വീഡിയോസിൽ നമ്മളൊരു സീരിയസ് മാറ്റർ അവതരിപ്പിക്കാൻ നിന്നാൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചില്ലാണെങ്കിൽ നമ്മളെപ്പോഴും കോമഡി സാധനം നമുക്ക് വീഡിയോസ് പരമായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഈ പറഞ്ഞ സിനിമയിൽ വരാനുള്ള എല്ലാവരുടെയും ആഗ്രഹം ഒരു നായകനാവുക എന്നുള്ളതാണ്. അപ്പം എല്ലാ പരിപാടി ഇപ്പം ഡെർബിക്കകത്ത് ഇപ്പം സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഇങ്ങനത്തുള്ള പടങ്ങൾ വരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇപ്പം ഡെർബിയിലെ കഥാപാത്രമായാലും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു കോളേജ് വൈബിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം. അപ്പോൾ ഇനിയുള്ള ചിത്രങ്ങൾ അങ്ങനത്തെ ഇപ്പോൾ വരുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവും. ഇനിയുള്ള ചിത്രങ്ങൾ ഇതേപോലെ ആയിരിക്കണം, പ്രേക്ഷകർക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം കൊടുക്കുക. എൻ്റെ കഥാപാത്രങ്ങൾ ഓസിലെ കഥാപാത്രം ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അതേപോലത്തെ ഒരു പ്രേക്ഷകരിലേക്ക് ഒരു കഥാപാത്രം എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ കഥ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്? ഇല്ല, ഞാൻ സിനിമയിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ച് ചാൻസ് ചോദിച്ച്, അതുപോലെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് ഓരോ ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിച്ച്, അങ്ങനെ സിനിമ അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ലൈഫിൽ ഇത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സിനിമയിൽ എങ്ങനെ എത്താം എന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം സിനിമയിൽ ആരും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി. ആ ചെയ്ത ഷോർട്ട് ഫിലിംസ് കൊണ്ട് ഓരോ ഡയറക്ടേഴ്സിനെ ലൊക്കേഷൻസിൽ പോയി കാണിച്ചു തുടങ്ങി. അങ്ങനെ നമ്പർ വാങ്ങിച്ച് അയച്ച് വീട്ടിൽ 2021 വീട്ടിൽ കള്ളം പറഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞ് എറണാകുളത്ത് വന്ന് താമസമാക്കി 1 വർഷത്തോളം. കാരണം വീട്ടിലറിയില്ല ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോഴും ആ 2021 കാലഘട്ടം മുഴുവൻ ഈ പറയുന്ന പോലെ ചാൻസ് അന്വേഷിച്ച് നടക്കുക, ആളുകളെ പോയി കാണുക, നെറ്റ്വർക്കിംഗ് പരിപാടി ഇത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 2019 ഞാൻ മിഥുൻ മാനുവൽ തോമസിനെ കണ്ട അന്ന് ചാൻസ് ചോദിച്ചു. അതിന് ശേഷം പിന്നെ ഒരു പ്രോസസ്സ്, അതിന് ശേഷം ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് 2023 എന്നെ ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ മമ്മൂക്കാട് ചെറുപ്പകാലമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ
കാരണം അത്രത്തോളം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, ഒരുപോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് ആളുകളുടെ മുമ്പിൽ ഫേക്ക് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പിടുത്തം കിട്ടണം. മമ്മൂക്ക എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും എന്നൊക്കെയെല്ലാം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പാടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓസ്ലർ ടീമിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയ്ക്ക് ശേഷം പറയുന്ന പോലെ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് മുകളിൽ എനിക്ക് നമ്മുടെ ആളുകൾ എന്നെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നിട്ടില്ല. ഉണ്ടായിരുന്നു. അല്ല, ഒരു ഡെയിലി ഷൂട്ട് ഉണ്ടായിരുന്നു കുറേയൊക്കെ. മമ്മൂക്ക ഇപ്പം ഞങ്ങൾക്ക് ഷൂട്ടില്ലാത്ത ദിവസമാണെങ്കിൽ തന്നെ മമ്മൂക്കയുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കും ഞങ്ങൾ. അപ്പോൾ മമ്മൂക്ക ചോദിക്കും, നിനക്കൊന്നും ഷൂട്ടില്ലോ പോടാ എന്നിട്ട് പിടിച്ചു നിർത്തി അടുത്തിരുത്തി ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി തരും അങ്ങനെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ ഒരുപാട് മുകളിൽ എനിക്ക് സ്നേഹം കിട്ടി ആ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട്. ഇപ്പോഴും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ പേരറിയില്ലെങ്കിൽ പോലും ഓസ്ലർ അല്ലേ, അലക്സാണ്ടർ അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡെർബിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഡെർബിയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. കഥ കേട്ടു എനിക്ക് ഈ പറയുന്ന പോലെ ലാർജ് ദാൻ ലൈഫ് മൂവീസ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പോൾ 10 പേര് ഇടിച്ചിടുക എന്നൊക്കെയുള്ള റിയൽ ലൈഫിൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ അട്രാക്റ്റഡായി. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് പടം ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. സജിൽക്ക താങ്ക് യു. എന്താ പറയുക, ഇനിയിപ്പോൾ മുന്നോട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇത് കണ്ട് വിജയിപ്പിച്ചാലാണ് ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക് അടുത്ത പടം കിട്ടുള്ളൂ, അല്ലേ ഷൈൻ ചേട്ടാ? ഷൈൻ ടോം ചാക്കോയുടെ അവസാനമായി ഒരേ ഒരു ചോദ്യം. കാരണം ഇവിടെ ഇത്രയും പേര് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു നെഗറ്റീവ് റിവ്യൂ ഉണ്ട്, അവര് നെഗറ്റീവ് ഇടുന്നു. പക്ഷേ തലശ്ശേരി ലിബർട്ടി തിയേറ്ററിൽ നാളെ പോലും 3 ഷോ, രാവിലെ മുതലുള്ള ഷോയും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഇന്ന് രാത്രി കോഴിക്കോട് ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്, കൊച്ചിയിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്, എല്ലായിടത്തും. കാരണം മലബാർ ഏരിയ കഴിഞ്ഞ 4 ദിവസം ഒരു ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. പിന്നെ ഈ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നവർ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 1000 പേര് മോശം പറഞ്ഞാൽ നമ്മൾ മോശമാവോ? അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എത്ര പേര് നല്ലതെന്ന് പറഞ്ഞാലും ഞാൻ നല്ലാവൂല. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് മുന്നോട്ട് പോവാം. അതെ, അപ്പൊ ഡെർബി കാണാത്തവർ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക.